ദൈവതിരുനാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പകലിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. मैं परमेश्वर को धन्यवाद देता हूं और खासकर उसके मधुर नाम को मैं महिमा देता हूं कि इस प्रकार हमारे समक्ष ये समय मिला है, हम यहाँ पर आ पाए हैं. ഈ പകലത്തെ യോഗാധ്യക്ഷൻ പാസ്റ്റർ സാം തോമസ് और आज के इस सभा के अध्यक्ष पास्टर सैम थॉमस, PFAയുടെ പ്രസിഡന്റ് പാസ്റ്റർ ബ്ലസൻ വർഗീസ്, സെക്രട്ടറി ബ്രദർ പ്രിൻസൻ ചാക്കോ, ഈ പ്രാദേശിക സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ വിജയ് തോമസ്, സന്ദേശം പരിഭാഷപ്പെടുത്തുന്ന ബ്രദർ ജോൺസ് ജോസഫ് और PFA प्रेसिडेंट जो हैं पास्टर ब्लसन वर्गीस और सेक्रेटरी जो हैं ब्रदर प्रिंसन चाको, और इस कलीसिया के जो सभापालक हैं पास्टर विजय थॉमस, और आज के इस संदेश को अनुवाद करने वाले जोसेफ, आप सबों को मेरा सलाम देता हूं. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും കർത്താവിൻ രക്ഷിതാവുമായ യേശുവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം അറിയിക്കുന്നു. और शीघ्र आने वाले यीशु मसीह के मधुर नाम में आप सबों को जो यहाँ पर आए हैं, आप सबों को मेरा सलाम देता हूँ. എനിക്ക് ഹിന്ദി അല്പം പോലും അറിഞ്ഞുകൂടാ. और मुझे हिंदी जो है बिल्कुल ही नहीं आती है. അതുകൊണ്ട് പരിഭാഷപ്പെടുത്തുന്നയാൾ അല്പം തെറ്റിച്ചാലും എനിക്കും മനസ്സിലായില്ല. और इसीलिए अनुवाद करने वाले जो भाई हैं वो अगर गलती करते हैं तो मुझे कुछ भी समझ में नहीं आएगा. അതുകൊണ്ട് ഞാൻ പറയുന്നത് തന്നെ അദ്ദേഹം നിങ്ങളോട് പറയേണ്ടുന്നതിന് और मैं जिस प्रकार से जो शब्द मैं कहूँ वो उसी प्रकार से आपसे भी वो कहें. അദ്ദേഹത്തിന് ഉണ്ടാകാതിരിക്കാൻ ഞാൻ എൻ്റെ സ്വതസിദ്ധമായ ശൈലി ഒന്ന് മാറ്റിവെച്ച് വളരെ ശാന്തമായും ലളിതമായും നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുകയാണ്. और इसीलिए मेरा जो शैली है और जिस प्रकार से मैं बात करता हूँ उसमें थोड़ा तब्दीली लाकर मैं आज आपसे कहूँगा. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ ഇന്ന് പകലത്തെ വിചിന്തനത്തിന് ആധാരമായി നമുക്ക് വായിക്കാം. और कोलोसियों की पत्री उसका 4, കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ और उसका 12 और 13 आयतों को हम पढ़ें. कोलोसियों का पत्री 4 और उसका 12 और 13. അടുത്തതും കൂടെ. എന്നുള്ളതിന് മതി. വളരെ നന്ദി. ഓക്കെ. और इपफ्रास जो तुम में से और मसीह यीशु का दास है तुम्हें नमस्कार करता हूँ और सदा तुम्हारे लिए प्रार्थनाओं में प्रयत्न करता है ताकि तुम सिद्ध होकर पूर्ण विश्वास के साथ परमेश्वर की इच्छा पर स्थिर रहो. मैं इसका गवाह हूँ कि वह तुम्हारे लिए और लौदीकिया और हिरापुलिस वालों के लिए बड़ा परिश्रम करता रहता हूँ. ആമേൻ. आमीन. ഇടയ്ക്കിടയ്ക്ക് ഒരു സ്തോത്രമൊക്കെ പറയിപ്പിക്കുന്ന പതിവ് എനിക്കുള്ളതാ. और मैं बीच बीच में आप सबसे जो है इल्तिजा करूंगा कि आप परमेश्वर को धन्यवाद दें. നിവൃത്തികേട് കൊണ്ട് അതെല്ലാം ഞാൻ മാറ്റിവെക്കുകയാണ്. लेकिन अभी जो ऐसा एक स्थिति है कि ये सब बातें जो हैं मैंने थोड़ा अलग करके रखा है. എൻ്റെ ശൈലിയുമായി നിങ്ങൾക്ക് എത്രമാത്രം പൊരുത്തപ്പെടാൻ കഴിയുമെന്ന് എനിക്കൊരു ആശങ്കയുണ്ട്. അതുകൊണ്ട് അതൊക്കെ മാറ്റിവെക്കുന്നത്. और मेरी जो शैली है बात करने की, उससे आप किस हद तक आप उसको झेल पाओगे या उसको समझ पाओगे, इसके लिए जो है उसको मैं थोड़ा अलग रखता हूँ. ധന്യനായ പൗലോസ്ലീഹ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ और पौलुस जो है कुलुसियों की जो मंडली है उसके लिए वो एक पत्र लिखते हैं. അവരുടെ ശുശ്രൂഷകനെ ശ്ലാഘിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രശംസാ വാചകമാണ് വായിച്ച വേദഭാഗത്തുള്ളത്. और हमने जो पदें जो हमने पढ़ी हैं वो वहाँ पर कुलुसी की जो कलीसिया है वहाँ के लोगों को और वहाँ के पालक को जो है
वो संबोधित करते हैं। ഞാൻ ഈ പറയുന്നത് മനസ്സിലാകണമെങ്കിൽ അല്പം കൊലോസിയ ലേഖനത്തെക്കുറിച്ച്, ലേഖന രചനയുടെ പിന്നിലെ പശ്ചാത്തലത്തെക്കുറിച്ച് അല്പം വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. और अगर आपको इसकी समझ पूरी रूप से अगर चाहिए तो मुझे ये कहना जरूरी पड़ेगा कि आप कुलुस्सी की जो पत्री लिखते हैं उसका पृष्ठभूमि क्या है, वो बातों को आपको समझना होगा. കൊലോസിയ സഭ പൗലോസിനാൽ സ്ഥാപിതമായ സഭയല്ല. ആ പട്ടണത്തിൽ പൗലോസ് ഇതിനു മുമ്പ് പോയിട്ടുമില്ല. और कुलुस्सी की जो कलीसिया है वो कलीसिया पौलुस ने कभी उसको जो है वो शुरू नहीं किया है और उसके द्वारा कभी भी ये स्थापित नहीं था. കൊലോസി ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അതുണ്ട്. പെട്ടെന്ന് വായിച്ചോളൂ. കൊലോസി ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. और कुलुस्सियों की पत्री 2 और 1 में ये हम देखते हैं, നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും. और यहाँ पर लिखते हैं कि और उन सब के लिए जिन्होंने मेरा शारीरिक मुंह नहीं देखा. അപ്പൊ കൊലോസിയിലുള്ള ദൈവമക്കളും പൗലോസുമായി മുഖാമുഖം ഇതുവരെ കണ്ടിട്ടില്ല. और इसका ये मतलब है कि वो कभी भी आमने सामने रूबरू कभी मिले नहीं हैं. പൗലോസ് കൊലോസിയിൽ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ, അവിടെ പൗലോസിനാൽ സ്ഥാപിതമായ സഭയല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഒരു സഭ അവിടെ ഉടലെടുത്തു? और अगर कुलुस्सी में जो है पौलुस कभी आए नहीं है, वहां पर उनका कभी परिचय नहीं हुआ है, तो यहाँ की जो कलीसिया है किस प्रकार से स्थापित हुआ ഇനി है? ആരും വേദവസ്തു ഒന്നും വായിച്ചുകൊണ്ടിരിക്കരുത്, എന്റെ മുഖത്ത് നോക്കിയിരിക്കണം. और आप अभी कृपा करके जो है आप बाइबल को ना पढ़िए, मेरे मुख की तरफ देखिए. ഞാൻ ആ ചരിത്രം ഓടിച്ചൊന്ന് പറയാം. और वहां की जो चरित्र जो है वो मैं बहुत शीघ्र में बता रहा हूं. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായമാണ്. വായിക്കേണ്ട, ഞാൻ പറഞ്ഞു വിട്ടോളാം. और प्रेरितों का काम जो है 19वां अध्याय जो है वो इसका पृष्ठभूमि है. ധന്യനായ പൗലോസ് ശ്ലീഹായുടെ 2-ാം മിഷണറി യാത്രയിൽ അദ്ദേഹം എഫെസോസിൽ എത്തുന്നു. और दूसरी मिशनरी यात्रा में जो है पौलुस यहाँ पर एफेसोस में आते हैं. അവിടെ ചില ശിഷ്യന്മാരെ കണ്ടു. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? और वहां पर वो एक प्रश्न करते हैं कि आपने विश्वास करके पवित्र आत्मा को क्या आपने पाया है? അവരുടെ മറുപടി, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. तो उनका प्रत्युत्तर यूं है कि पवित्र आत्मा क्या है ये हम नहीं जानते. അപ്പൊ പൗലോസിനൊരു സംശയം, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഇവർ കേട്ടിട്ടില്ലെന്ന് പറയുന്നെങ്കിൽ ഇവരുടെ സ്നാനത്തിന് എന്തോ കുഴപ്പമുണ്ട്. तो पौलुस जो है वो भाप जाते हैं कि अगर वो पवित्र आत्मा के बारे में नहीं जानते हैं तो इनका बपतिस्मा जो है उसमें कुछ खोट है. രക്ഷിക്കപ്പെടാത്ത ഒരാളോടുള്ള ചോദ്യം, രക്ഷിക്കപ്പെട്ടോ? और अगर रक्षा अगर मुक्ति नहीं पाया है, ऐसे व्यक्ति को क्या पूछते हैं कि आपने मुक्ति पाया है? രക്ഷിക്കപ്പെട്ട ആളോടുള്ള ചോദ്യം, വിശ്വാസ സ്നാനം സ്വീകരിച്ചോ? और अगर मुक्ति पाया है उनसे ये पूछा जाता है बपतिस्मा लिया? വിശ്വാസ സ്നാനവും സ്വീകരിച്ച ആളോടുള്ള അടുത്ത ചോദ്യം, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? और अगर बपतिस्मा पाए हैं तो उनको पूछा जाता है कि पवित्र आत्मा की जो है बपतिस्मा आपने पाया क्या? നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ട് നാളുകൾ എത്രയായി? ഇതുവരെയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ യോഗങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. और अगर आपने मुक्ति पाया है और बपतिस्मा लिया है लेकिन आपने पवित्र आत्मा को नहीं पाया है या उसकी भरपूरी में नहीं रहते हैं, तो आपको ये मीटिंग जो है खत्म होने से पहले आपको एक ऐसे अनुभव में आना है. ഒരിക്കലെങ്കിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരാൾ കേൾക്കാൻ സാധ്യതയുള്ള ഇടം സ്നാന സമയമാണ്. और एक बार जो है वो सुनने का कि पवित्र आत्मा के बारे में वो कहाँ है, वो बपतिस्मा में है. സ്നാനാർത്ഥിയോട് സ്നാപകൻ, ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ വെച്ചെങ്കിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കേണ്ടതാണ്. और जो बपतिस्मा लेते हैं उसको बपतिस्मा देने वाला यूं कहते हैं कि पिता पुत्र और पवित्र आत्मा के नाम से मैं तुम्हें बपतिस्मा दे रहा हूं. അപ്പൊ ഇവരുടെ മറുപടി, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. लेकिन वहां के लोग क्या कहते हैं कि पवित्र आत्मा के बारे में हमने कभी कतई सुना नहीं. ശ്ലീഹ അവരോട് ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്നാനം ഏത്? तो
फिर वहां पर वो प्रश्न किया जाता है कि तो तुम्हारा बपतिस्मा वो कैसा बपतिस्मा है? അവരുടെ മറുപടി, ഞങ്ങൾ യോഹന്നാന്റെ മാനസാന്തര സ്നാനമേറ്റവരാണ്. तो उनका ये प्रत्युत्तर रहता है कि हमने यूहन्ना बपतिस्मा देने वाले का जो बपतिस्मा है वो पाया है. പൗലോസ് അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള വിശ്വാസ സ്നാനം കഴിപ്പിച്ചു. लेकिन वहां पर उनको क्या करते हैं? पिता, पुत्र और पवित्र आत्मा के नाम में उनको बपतिस्मा दिया जाता है. അവരുടെ തലയിൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭ്യമായി. അവർ അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചു, പ്രവചിക്കാനും തുടങ്ങി. और वहां पर उनके सर पर जब हाथ रखकर प्रार्थना किया गया तो पवित्र आत्मा उनके ऊपर उतरकर उन्होंने वहां पर जो है अन्य भाषाओं में उन्होंने बात किया. അവരെല്ലാവരും കൂടി 12 പേർ. और वहां पर 12 लोग. ഈ 12 പേരിലൂടെ ആരംഭിച്ച ദൈവസഭയുടെ പ്രവർത്തനം യഹൂദ സിനഗോഗിൽ, പള്ളിയിൽ പുരോഗമിക്കുകയാണ് പൗലോസിന്റെ പ്രസംഗത്തിലൂടെ. और वहां पर जो आरंभ किया हुआ वो जो कार्य है इन 12 लोगों के द्वारा जो है वहां से यहूदा जो शहर और वहां की जो कलीसिया वहां बढ़ती गई. यहूदा जो सिनगोग है या वहां की मंदिर जो है वहां पर. അങ്ങനെ അവിടെ എതിർപ്പ് നേരിട്ടപ്പോൾ, लेकिन वहां पर जब पीड़ा बढ़ी, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. പള്ളിയിലെ പ്രസംഗത്തിൽ എതിർപ്പ് നേരിട്ടപ്പോ वहां पर उनका जब वहां पर प्रतिरोध होने को लगा, പൗലോസ് മിനിസ്ട്രി തുറന്നോസിന്റെ പാഠശാലയിലേക്ക് മാറ്റി. लेकिन वहां पे उन्होंने क्या किया? वो काम जो है कार्य पौलुस ने वहां से हटाकर अलग जगह पर रखी. 2 വർഷത്തോളം അവിടെ ബൈബിൾ സ്റ്റഡി നടന്നു. लेकिन वहां पर उन्होंने 2 साल तक जो है वहां पर रहकर बाइबल स्टडी करवाया. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആസിയ പ്രൊവിൻസിന്റെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഒന്നായിരുന്നു എഫെസോസ്. और इफिसस जो है आसिया जो जगह है वहां का एक प्रधान शहर था. അതൊരു പ്രധാന വാണിജ്യ കേന്ദ്രം മാത്രമായിരുന്നില്ല, മതപരമായും പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു എഫെസോസ്. और वाणिज्य के रूप में ही नहीं, लेकिन जो मतलब धर्म के रूप में भी वहां पर एक प्रधान शहर था. അക്കാലത്ത് പേരും പെരുമയുമുള്ള ഒരു ദേവിയായിരുന്നു അർത്തമിസ്. और वहां पर एक बहुत ही प्रचलित एक देवी आर्तमिस थी. അർത്തമിസ് മഹാദേവി ആകാശത്തു നിന്ന് വീണപ്പോൾ അവിടെ വീണു. ആ ദേവിയുടെ ജന്മസ്ഥലം എന്ന നിലയിൽ അവിടെ ആ ദേവിക്ക് ഒരു വലിയ ക്ഷേത്രം പണിതിരുന്നു. और वहां पर माना जाता है कि जो मतलब स्वर्ग से नीचे गिरे हुए और वहां पर उनका जन्म हुआ, ऐसी आर्तमिस जो देवी है उनका एक मंदिर था. അതൊരു ബിസിനസ് കേന്ദ്രമായിരുന്നതുകൊണ്ട് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടും, മതപരമായ കേന്ദ്രമായിരുന്നതുകൊണ്ട് മതപരമായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ആയിരക്കണക്കിന് മനുഷ്യർ ഓരോ ദിവസവും അവിടെ വന്നുപോയിരുന്നു. और आर्थिक और वाणिज्य रूप से वहां पर बहुत बड़ा प्रचलित शहर होने से और धार्मिक रूप से भी वो शहर बहुत माहिर था. അങ്ങനെ അനുദിന ആവശ്യങ്ങൾക്ക് വേണ്ടി എഫെസോസിൽ വന്നിരുന്ന ധാരാളം പേർ ഈ തുറന്നോസിന്റെ പാഠശാലയിലെ വചന ശുശ്രൂഷ ഗ്രഹിക്കാൻ ദൈവം കൃപയാൽ അവസരമൊരുക്കി. और वहां पर सैकड़ों ऐसे लोग आते थे उस पाठशाला में, वहां पर पवित्र मतलब शास्त्रों से पढ़ने के लिए. പൗലോസിനെ ദൈവം ഏറ്റവും അധികം ഉപയോഗിച്ചത് എഫെസോസിലാണ്. और पौलुस को सबसे ज्यादा उपयोग करने वाला परमेश्वर जो है उसे इफिसोस में उपयोग किया. പൗലോസിന്റെ ദേഹത്ത് കിടക്കുന്ന ഉത്തരീയവും റൂമാലും കൊണ്ട് രോഗികളുടെ മേൽ ഇടുമ്പോൾ അവർ സൗഖ്യമാകുമായിരുന്നു. और वहां पर उनका जो पहना हुआ जो कपड़ा है या फिर उनका जो रुमाल है उससे भी जो है वहां पर लोगों को चंगाई मिलती है. അസാധാരണമായ വീര്യപ്രവർത്തികൾ അദ്ദേഹത്തിലൂടെ ദൈവം അവിടെ ചെയ്തു. ഭൂതങ്ങൾ അലറിയോടി, പൈശാചിക ശക്തികൾ വിട്ടുപോയി. और बहुत ऐसे प्रचलित ऐसे बहुत बड़े बड़े कार्य वहां पे अचंभे के होने लगे. वहां पर दुष्ट आत्मा जो है वो वहां से भाग निकली. അവിടെ ഒരു കാര്യം ഞാനൊന്ന് വിളിച്ചു പറയാം.
लेकिन यहाँ पर एक बात मैं പൗലോസ് മിനിസ്ട്രി ചെയ്ത ഇടങ്ങളിൽ ഏറ്റവും അധികം ദുർഭൂത ശക്തികൾ കുടിയിരുന്നത് എഫെസോസിലാണ്. और एफेसस ऐसी एक जगह थी जहाँ पर दुष्ट आत्माएं जो है बहुत ही ज्यादा वहां पर प्रबल थी. അവിടെ രക്ഷിക്കപ്പെട്ട മന്ത്രവാദികളുടെ കാര്യം പറയുന്നുണ്ട്. അവരുടെ മന്ത്രവാദത്തിന്റെ താലിയോല കെട്ടുകൾ പൗലോസിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. പൗലോസ് അത് തീയിലിട്ട് ചുട്ടുകളഞ്ഞു. അതിന്റെ വില കണക്ക് കൂട്ടിയാറ് 50,000 വെള്ളിക്കാശ്. और वहां पर जो मंत्रवादी और इस प्रकार के जो लोग इतने भरे पड़े थे और वहां पे उनकी जो पुस्तकें थी मंत्रवादों का जो है उनको उन्होंने लाकर वहां पर बांधकर जो है उनको मतलब आग में भस्म किया और उसका बहुत ज्यादा पैसा था. അതിൽ നിന്ന് തന്നെ അവിടെ കുടിയിരുന്ന പൈശാചിക ശക്തികളുടെ സ്വാധീനം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. और आपको एक तरह से भांप सकते हैं कि वहां पर इस प्रकार की जो दुष्ट आत्माओं की जो है प्रबलता कितनी थी. എന്നാൽ അവിടെ കൂടിയിരുന്ന പൈശാചിക ശക്തികൾ എത്ര ഉഗ്രമായിരുന്നോ അതിനാനുപാതികമാണ് തന്റെ ദാസന്റെ മേൽ ദൈവം പകർന്ന ആത്മീക അധികാരമെങ്കിൽ ഇന്ന് പകൽ കൃപ ലഭിച്ച ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾക്കെതിരെ വ്യാപരിക്കുന്ന ഇരുളിന്റെ ശക്തികൾ എത്ര പ്രബലമാണോ അതിനാനുപാതികമായി തന്റെ കൃപയുടെ വ്യാപാരം നമ്മുടെ മേൽ പകർന്ന് നമ്മെ അസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഉയരത്തിൽ ജീവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. हालेलुया. और जिस प्रकार से वहां पर अंधकार की जो आत्माएं जो है वहां पर बहुत प्रबल थी, लेकिन पौलुस के ऊपर की जो पवित्र आत्मा है परमेश्वर ने इस प्रकार से उनके ऊपर उंडेला कि बहुत ही ज्यादा वहां पर अचंभे के कार्य हुए. और वही परमेश्वर जो है वही पवित्र आत्मा आज भी यहाँ पर उपस्थित है. അങ്ങനെ പൗലോസിലൂടെ ദൈവവചനം കേട്ട് അസാധാരണമായ ദൈവപ്രവൃത്തി അനുഭവിച്ച് ധാരാളം പേര് രക്ഷിക്കപ്പെട്ടു. और यहाँ पर कई ऐसे ज्यादा संख्या में लोग परमेश्वर को मिलने और इस प्रकार से जो है मुक्ति पाने के लिए एक अवसर मिला. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം പിന്നീട് വായിക്കുക. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആസിയിലുള്ള യഹൂദന്മാരും യവനരുമായ എല്ലാവരും വചനം കേൾപ്പാൻ ഇട വന്നു. और इस प्रकार से आप बाद में जाकर पढ़ सकते हैं कि प्रेरितों के कृत्य उसके 19वें अध्याय में वो लिखा गया है कि बहुत ही ज्यादा समूह में जो यहूदी और यवन जो लोग हैं वहां पर परमेश्वर में आए. ധാരാളം ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ എഫെസോസിൽ വന്ന അനേകർ വിവിധ ഇടങ്ങളിൽ നിന്ന് വന്നവരാണ്. പക്ഷേ അവർക്ക് വചനം കേൾക്കാൻ ഈ തുറന്നോസിന്റെ പാഠശാലയിലെ ശുശ്രൂഷ നിമിത്തം ദൈവം അവസരം ഒരുക്കി കൊടുത്തു. और इस प्रकार से इफिसोस के जगह में शहर में कई लोग कई बातों के लिए आते थे, लेकिन यहाँ पर तुकिगोस के जो घर में वहां पर उनकी एक पाठशाला जो थी वहां पर पवित्र आत्मा के द्वारा प्रचलित और वहां पर अध्ययन होने को लगा, तो वहां पर बहुत ज्यादा बड़ा कार्य होने लगा. ആ തുറന്നോസിന്റെ പാഠശാലയിലെ വചന പഠനത്തിൽ വന്ന് സംബന്ധിച്ച ആളാണ് കൊലോസ്യക്കാരനായ എപ്പഫ്രാസ്. और एपफ्रास जो है वो कोलोसे से आने वाला ऐसा एक व्यक्ति था जो इफिसोस में आकर वहां पर इस पाठशाला में वो सीखकर वो वापस गए. അദ്ദേഹം ഇവിടെ വന്ന് രക്ഷിക്കപ്പെടുകയും वो यहाँ पर आकर वो मुक्ति पाता है. തിരിച്ച് തന്റെ സ്വദേശമായ കൊലോസിയിലെത്തി അവിടെ കർത്താവിനെ പ്രസംഗിക്കുകയും അങ്ങനെ തന്നിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ കൊലോസിയിലൂടെ എടുത്തു. और इसी इपफ्रास के कारण जो है वो जो वहां पर मुक्ति पाता है, लेकिन वो वापस अपने शहर जाता है और कुलस्य में एक कलीसिया का स्थापना होता है. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളൊന്ന് വായിച്ചേ, അപ്പൊ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. और कुलस्यों की पत्री उसका 1 और उसका 7, 8 और 9 पढ़ेंगे तो आप भाप जाएंगे. ആമേൻ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-8. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്തനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അടുത്തത്, അവൻ നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. അടുത്ത് മതി. और इस
आयतों को हम पढ़ सकते हैं 7, 8 और 9। उसी की शिक्षा तुमने हमारे प्रिय सहकर्मी एपफ्रास से पाई, जो हमारे लिए मसीह का विश्वासियों के सेवक है। उसी ने तुम्हारे प्रेम को जो आत्मा में है हम पर प्रकट किया। आमेन। നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ രണ്ട് പദങ്ങൾ ശ്രദ്ധിച്ചേ. और यहाँ पर 2 पदों को आप देखें, നിങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൻ, और आपके लिए जो सेवक हैं, രണ്ട് നിങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. और आपने उनसे सीखा है। എല്ലാവരും എന്റെ മുഖത്തോട്ട് നോക്കിയേ പ്ലീസ്. और आप मेरे मुंह को देखें। ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തിരിയുന്നുണ്ടോന്ന് അറിയാനാ. और वो इसलिए कि मैं जो कह रहा हूँ वो आप समझ पा रहे हैं। അപ്പൊ ഈ സഭയുടെ സ്ഥാപകനാണ് എപ്പഫ്രാസ്. और इस कलीसिया को जो स्थापना करने वाला है ഈ സഭയെ അദ്ദേഹം ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. और इस कलीसिया को जो है वो वचन से उन्हें सिखाते हैं. ഈ സഭയുടെ ശുശ്രൂഷകനുമാണ് അദ്ദേഹം. और इस कलीसिया के सेवक भी हैं. അങ്ങനെയാണെങ്കിൽ ഞാൻ അതൊന്നുകൂടി ഇങ്ങനെ പറയാം. और एक अलग से बता सकते हैं, കൊലോസിയസ് സഭയുടെ സ്ഥാപകനും അധ്യാപകനും ശുശ്രൂഷകനുമാണ് എപ്പഫ്രാസ്. और एपफ्रास जो है कुलुस्सी सभा का जो है वो स्थापक हैं, वो अध्यापक हैं और वहां का सेवक है. ഈ കൊലോസിയുടെ സമീപ പട്ടണങ്ങളാണ് ഹിയറപ്പൊലിസും ലവോദിക്കയും. और लाओदिसिया और हिरापोलिस जो है वो आसपास के जो शहर हैं. ഈ മൂന്ന് സഭകളും ഇദ്ദേഹത്താൽ സ്ഥാപിതമായതാണ്. और इनके द्वारा स्थापित वहां के कलीसियाएं ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ലേഖനം പൗലോസ് എഴുതുമ്പോൾ എപ്പഫ്രാസ് പൗലോസിന്റെ കൂടെ ഉണ്ട്. और इस पत्र को लिखने के समय जो है एपफ्रास जो है वो पौलुस के साथ हैं. എങ്ങനെ അദ്ദേഹം അവിടെ എത്തിയെന്നും കൂടെ ഒന്ന് പറഞ്ഞാലേ വായിച്ച വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാകൂ. അതുകൊണ്ടാണ് അവിടേക്കും കൂടെ പോകുക. और वो वहां पर किस प्रकार से पहुंचे उसको भी जो है जानना जरूरी है. ഈ ദൈവസഭ വളരെ അനുഗ്രഹീതമായ നിലയിൽ മുൻപോട്ട് പോകുമ്പോൾ और इस कलीसिया जो है बहुत ही अच्छी तरह वो आगे बढ़ रही ഈ थी. സഭയ്ക്കകത്ത് ദുരുപദേശത്തിന്റെ നൂലാമാലകൾ കടന്നുകൂടി. लेकिन वहां पर जो है दुरुपदेश जो है इस कलीसिया में घुस गई. അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ സ്വാധീനങ്ങൾ, അതുമാത്രമല്ല യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ഉഗ്രവാദഗതിക്കാരുടെ വാദങ്ങൾ. और यहाँ पर जो है अंधविश्वास और यीशु मसीह के मतलब स्वामी होने के विरुद्ध वाली जो बातें हैं वहां पर आती हैं. അങ്ങനെ പ്രതിസന്ധികളുടെ നൂലാമാലയ്ക്കകത്ത് വെട്ടി സഭ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ और इस प्रकार से कलीसिया जो है एक अनुभव से गुजर रही थी. പൗലോസ് എപ്പഫ്രാസ് തീരുമാനിച്ചു പൗലോസിന്റെ അടുക്കൽ ചെന്ന് ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി ഈ സഭയുടെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടെത്തുക. और इस समस्या को जो है हल करने के लिए एपफ्रास जो है वो क्या करते हैं, वो पौलुस के पास जाकर उनसे वार्तालाप करते हैं. ഈ ലേഖനം എഴുതുന്ന സമയത്ത് പൗലോസ് റോമിൽ വീട്ടുതടങ്കലിലാണ്. और आप समझ सकते हैं कि वो समय पौलुस जो है रोम में जो है वहां पर हाउस अरेस्ट में है. കൊലോസിയിൽ നിന്ന് റോമിലേക്കുള്ള ദൂരം 1200 കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ്. और 1200 ऐसा किलोमीटर दूर ऐसा एक जगह है कुलुस्सी से रोम. ഇതുപോലെ യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന അക്കാലഘട്ടത്തിൽ 1200 കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ ചെല്ലുക എന്ന് പറയുന്നത് മാസങ്ങൾ തന്നെ വേണ്ടിവരും. और वहां की जो यात्रा इस तरह से 1200 किलोमीटर दूर जाना आप समझ सकते हैं कि कितना कष्टदायक होगा. അങ്ങനെ ക്ലേശപൂർണമായ യാത്ര ചെയ്ത് और इस प्रकार से एक कठिन यात्रा कर എപ്പഫ്രാസ് റോമിൽ പൗലോസിന്റെ അടുക്കൽ വീട്ടുതടങ്കലിലെത്തി. और इस प्रकार से एपफ्रास जो है पौलुस के पास रोम में पहुंच जाते हैं. ഈ ദൈവസഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, ദുരുപദേശക്കാരുടെ ചോദ്യശരങ്ങളൊക്കെ പൗലോസിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. और वो एपफ्रास जो है अब क्या करते हैं, पौलुस के सामने उस कलीसिया में जो जो कठिनाइयां आती थी उनकी बातें जो है उनसे खुलकर खुलासा. അങ്ങനെ ആ ദൈവസഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നവരെ മടക്കി വരുത്താനും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ആ ദൈവനിഷേധികൾക്ക് കനത്ത മറുപടി എന്നവണ്ണം പൗലോസ് എഴുതിയ ഈടുറ്റ ലേഖനമാണ് കൊലോസ്യ ലേഖനം. और कोलोसी की जो पत्री है वो इस प्रकार का जो कठिनाई है और कष्ट का जो एक अनुभव जो एक मतलब गलत सीख के कारण वहां पर हुई उसके खिलाफ लिखने वाला एक पत्र है. पौलुस ने कुलुस्सियों को जो पत्री लिखा है. കരങ്ങൾ ഉയർത്തിയിട്ട് നല്ല ആമേൻ എന്ന് പറഞ്ഞേ. हालेलुया. ഇനി ശ്രദ്ധിക്കുക, പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ
और इस प्रकार से कुलुसी की जो कलीसिया है उनके लिए एक पत्र लिखता है അവരുടെ ശുശ്രൂഷകനെ കുറിച്ച് പറയുകയാണ്, और उनके पालक के बारे में इस प्रकार से कहते हैं, നിങ്ങളുടെ പാസ്റ്റർ ചില ദിവസങ്ങളായി ചില ആഴ്ചകളായി എൻ്റെ കൂടെയുണ്ട്. और वो कहते हैं कि कुछ दिनों से जो है, हफ्तों से जो है, आपका सभा पालक जो है मेरे साथ रह रहा है. അദ്ദേഹവുമായി അടുത്ത് ചില നാളുകളായി ഞാൻ ഇടപഴകിക്കൊണ്ടിരിക്കുകയാണ്. और कई समय से जो है उनके साथ मैं बातचीत कर रहा हूं. എന്നിട്ട് പറയുകയാണ്, ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. और एपफ्रास जो सेवक हैं उनको मैं वंदन करता हूं. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയവുമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. और ये एपफ्रास जो है, आप मसीह में या परमेश्वर में स्थिर रहें, इसके लिए बहुत ज्यादा प्रार्थना करने वाला है. നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും ഹീറപ്പുലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നതിന് ഞാൻ സാക്ഷി. और वो यूं कहता है कि मैं इस बात का साक्षी हूं कि वो कितना ही आपके लिए जो है प्रार्थना करने वाला है. രണ്ട് കാര്യങ്ങൾ അവിടെ നിന്ന് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. दो बातें मैं यहाँ पर कहना चाहता हूँ. ഇന്ന് നമുക്ക് സമയം അനുവദിക്കുന്നത് പോലെ ഒന്നാമത്തെ കാര്യം തീർക്കാമെന്ന് വിചാരിക്കുന്നു. शायद जो समय हमारे पास है उसमें हम पहली बात को खत्म करेंगे. ഒന്ന് ശ്രദ്ധിക്കുക, പൗലോസ് പറയുകയാണ്, और पौलुस यूं कहते हैं, നിങ്ങളുടെ പാസ്റ്ററെ ഞാൻ പരിചയപ്പെട്ടപ്പം മുതൽ और आपके पास्टर या पासबान से जो है, जब से मैं परिचित हूं, ഞാൻ അദ്ദേഹത്തെ വളരെ ശ്രദ്ധിക്കുന്നു. और मैं उनको जो है बहुत ही मतलब गहरी रूप से मैं എനിക്കൊരു पहचान रहा हूं. കാര്യം ബോധ്യമായി, और मुझे एक बात समझ में आया, അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. और वो ये है कि वो एक प्रार्थना पुरुष है. അപ്പൊല്ലോസിനെ പോലെ തിരുവെഴുത്തുകളിൽ അവഗാഹമായ പാണ്ഡിത്യമൊന്നും അദ്ദേഹത്തിനില്ല. और अपुल्लोस की तरह जो है जो वचन में पांडित्य शायद नहीं है. പ്രാസപ്രയോഗ അകമ്പടികളോടുകൂടെ മലവെള്ളം കുത്തി ഒഴുകി വരുന്നത് പോലെ ഉള്ള വാക്ചാതുര്യ പ്രഭാഷണമൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. और बड़ी साहित्य की बातें वो शायद नहीं कर पाते होंगे, പക്ഷേ അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. लेकिन वो एक प्रार्थना पुरुष है. ഇന്ന് പകൽ ഈ യോഗത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, और मैं आपसे ये सवाल करना चाहता हूँ, പരിശുദ്ധാത്മാവിന് നമ്മെ കുറിച്ച് എന്ത് സാക്ഷ്യം പറയാനുണ്ട്? पवित्र आत्मा हमारे लिए क्या गवाही देगी? നമ്മെ കുറിച്ച് മറ്റുള്ളവർക്ക് എന്ത് സാക്ഷ്യം പറയാനുണ്ട്? और हमारे बारे में जो गवाही हमारे बारे में क्या हो सकती है? എന്റെ ജ്ഞാനത്തെക്കാൾ, എന്റെ ബുദ്ധിയേക്കാൾ, എന്റെ അറിവിനേക്കാൾ, എന്റെ സംഘാടക പാടവത്തെക്കാൾ ഞാനൊരു പ്രാർത്ഥനാ മനുഷ്യനാണെന്ന് പരിശുദ്ധാത്മാവും മറ്റുള്ളവരും സാക്ഷ്യം പറയത്തക്ക നിലയിൽ ദൈവമേ ഒരു പ്രാർത്ഥനാ ജീവിതം എനിക്ക് തരണമെന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവരുടെ കരം ഞാനൊന്ന് കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. और मेरे जो पांडित्य या मेरा जो ज्ञान है वो सारी बातों से परे, उससे बहुत ज्यादा शायद इस प्रकार से कह पाए कि मैं एक प्रार्थना पुरुष हूं. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചെന്നുള്ളത് പിന്നീട് നമുക്ക് ധ്യാനിക്കാം. लेकिन हम थोड़ी देर के बाद देखेंगे कि किन बातों के लिए प्रार्थना പക്ഷേ किया. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ लेकिन उनके प्रार्थना जीवन को लेकर രണ്ട് കാര്യങ്ങളിലൂടെ ഞാനത് വ്യക്തമാക്കി തരാം. उनका दो बातों को मैं यहाँ पर कहना चाहूंगा. ഒന്നാമത്തെ ശ്രദ്ധിച്ച്, അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. और आपके लिए जो है प्रार्थना में बहुत ज्यादा परिश्रम करने वाला. നിങ്ങൾക്ക് ലവോദിക്കർക്കും ഹീറപ്പുലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു. और बहुत ज्यादा प्रयत्न करने वाला और परिश्रम करने वाला एक व्यक्ति. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. आप सब मेरे और देखें. പോരാടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ എന്നാ? और इस प्रकार से जो है परिश्रम करके जो प्रार्थना करना, അതിനെ ഞാൻ ഇങ്ങനെ ലളിതവൽക്കരിച്ചു പറയാം, അത് സമാനമായ ഒരു പ്രാർത്ഥനയാണ്. और उसको मैं सरल रूप से अगर कहना चाहूं तो एक युद्ध में रहने वाला एक प्रार्थना. നിങ്ങൾക്ക് വേണ്ടി വളരെ പ്രയാസപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് ഹൃദയം
തകർന്നുള്ള പ്രാർത്ഥനയാണ്. और परिश्रम करके प्रार्थना करना मतलब आपके लिए जो है हृदय को चूर चूर करके जो है प्रार्थना. ഒന്നുകൂടെ പറയാ, പ്രാർത്ഥിച്ചു എന്ന് വരുത്തി തീർക്കുകയല്ല. ആ പാസ്റ്ററുടെ പ്രാർത്ഥനയെ പൗലോസ് സഭയ്ക്ക് പരിചയപ്പെടുത്തുന്നു. അത് ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയാണ്, അത് കണ്ണുനീരിന്റെ പ്രാർത്ഥനയാണ്, അത് ഉത്തരവാദിത്വ ബോധത്തിന്റെ പ്രാർത്ഥനയാണ്, അത് ദൈവ സന്നിധിയിൽ നിന്ന് വിടുതൽ പ്രതീക്ഷിച്ചുള്ള പ്രാർത്ഥനയാണ്. और पौलुस जो है इस प्रार्थना का परिचय देते हुए कहता है कि मैंने जो प्रार्थना उनकी जो देखी है उससे मैं जान सकता हूं कि आपके लिए जो है बहुत ही ज्यादा परिश्रम करके आपके लिए जो है बहुत ही ज्यादा एक मतलब कठिन कार्य करने वाला एक व्यक्ति हो, इस प्रकार का जो प्रार्थना है वो आपके लिए कर रहा है. ഇന്ന് പ്രാർത്ഥിക്കുന്നവർ ഒത്തിരിയുണ്ട്, പ്രസംഗിക്കുന്നവർ ഒത്തിരിയുണ്ട്, ആരാധിക്കുന്നവർ ഒത്തിരിയുണ്ട്, യോഗങ്ങൾ നടത്തുന്നവർ ധാരാളം പേരുണ്ട്. പക്ഷെ എന്റെ ചോദ്യം പ്രസംഗിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, യോഗം നടത്തുന്നുണ്ടോ എന്നുള്ളതല്ല, ആരാധിക്കുന്നുണ്ടോ എന്നുള്ളതല്ല. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ, ആത്മാർത്ഥതയോടെ പ്രസംഗിക്കുന്നുണ്ടോ, ആത്മാർത്ഥതയോടെ യോഗം നടത്തുന്നുണ്ടോ, ആത്മാർത്ഥതയോടെ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? നാം നടത്തുന്ന ചടങ്ങുകളിലല്ല, നമ്മുടെ ആത്മാർത്ഥതകളിലാണ് ദൈവ സാന്നിധ്യം ചലിക്കുന്നതെന്ന്, ദൈവം പ്രസാദിക്കുന്നതെന്ന് എന്ന് പകൽ തിരിച്ചറിഞ്ഞ് അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. हालेलुया. और ये बात जरूरी नहीं है कि आप कितना मतलब प्रचार करते हैं या आप यहाँ पर मीटिंग कितना करते हैं, लेकिन ये जरूरी है कि आप दूसरों के लिए जो है हृदय पूर्ण आपका जो प्रार्थना किस प्रकार का है और आप उनके लिए प्रार्थना करते हैं क्या. ഞാൻ ഇന്ന് പകൽ ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് തരും. और थोड़ी चंद बातों को आपके हृदयों में आपके मनों में मैं छोड़ना चाहता നിങ്ങൾ हूं ഇന്ന് പകൽ എഴുതി വെച്ചുകൊള്ളുക. और आप इस प्रकार से वो लिख के रखें. പെന്തക്കോസ്ത് ഇവിടം വരെ നടന്ന് കയറി വന്നത്, पेंतकोस्त. ഇവിടം വരെ മനസ്സിലായില്ലേ, ഇവിടം വരെ വന്നത്. So हम पेंतिकोस्त के दिन से आज तक जो है हम किस प्रकार से यात्रा किए हैं. കഴിഞ്ഞ 2000 പരം വർഷങ്ങൾ ദൈവത്തിന്റെ സഭ ഇരുളിന്റെ ശക്തികളുടെ മേൽ ജയഭേരി മുഴക്കി ഇന്നും അജയമായി നിലനിൽക്കുന്നത്. और किस प्रकार से हम ये जो अंधकार की दुष्ट आत्मा की जो सेनाएं हैं उनसे हम प्रबल होकर किस प्रकार से अजय होकर हम आगे आए हैं. ആത്മാർത്ഥമായി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ചിലരുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, ആത്മാർത്ഥമായി കരയുന്നവരുണ്ടോ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരുണ്ടോ, ആത്മാർത്ഥമായി പ്രസംഗിക്കുന്നവരുണ്ടോ, ആത്മാർത്ഥമായി കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുന്നവരുണ്ടോ? അവരെ മറക്കാത്ത ദൈവം, ആത്മാർത്ഥതയിൽ ചലിക്കുന്ന ദൈവ സാന്നിധ്യം, ആത്മാർത്ഥതയിൽ ചലിക്കുന്ന അഭിഷേകം, ആത്മാർത്ഥതയിൽ പ്രവർത്തിക്കുന്ന ദൈവപ്രവൃത്തി നമ്മുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുമെന്ന് ഇന്ന് പകൽ ഉറച്ചു വിശ്വസിച്ച് ആധാരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ ഇന്ന് പകൽ മനസ്സുള്ള അഭിഷേകന്മാർ ദൈവമക്കളെ കരമടിച്ച് ഒരു മിനിറ്റ് ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് ശക്തമായി ദൈവാലോചന വിളിച്ചു പറയുന്നു. ആത്മാർത്ഥതയിലേക്ക് മടങ്ങി വരിക. ആത്മാർത്ഥതയിൽ ചലിക്കുന്ന ദൈവ മഹത്വം, ആത്മാർത്ഥതയിൽ ഇറങ്ങുന്ന ദൈവ പ്രവൃത്തി നമ്മുടെ നടുവിൽ ദൈവം ചെയ്യുമെന്ന് പോഷ്കില്ലാത്ത ദൈവം തന്റെ വചനത്തിലൂടെ നമ്മോട് ആലോചന കൈമാറുന്നു. हालेलुया 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 हालेलुया. ओ रबा शंदल रबा बसतल हालेलुया 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 അധികാരമുള്ള നാമത്തിൽ ജയം. ദൈവാത്മാവ് ഒരു നിയോഗം തരുന്നത് കൊണ്ട് और परमेश्वर की आत्मा इस प्रकार से एक नियोग देती है. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ और यीशु मसीह के सामर्थ्य नाम में സ്വാർത്ഥതയുടെ വ്യാപാരങ്ങളെ, और स्वार्थ की जो बातें हैं സങ്കുചിത മനോഭാവങ്ങളെ, और छोटा जो सोच है ഞാനെന്ന ഭാവങ്ങളെ और मैं
ऐसा एक भाव को നമ്മിലൂടെ വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തിയെ തടയുന്ന ആ പൈശാചിക മണ്ഡലങ്ങളെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ കീഴടക്കുകയാണ്. ഞങ്ങളുടെ മിനിസ്ട്രിയിൽ നിന്ന്, ഞങ്ങളുടെ വ്യക്തിപരമായ സ്വഭാവത്തിൽ നിന്ന്, ഞങ്ങളുടെ സഭാ മണ്ഡലത്തിൽ നിന്ന് ആ പൈശാചിക വ്യാപാരം ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. ഞങ്ങൾ ഉടച്ചു മാർക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ പണിയട്ടെ. വചനം ഇന്ന് പകൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ റബ ശംദല റബ സത്തല. ഹല്ലേലൂയ, 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 हालेलुया। और हर प्रकार की अंधकार की बातें और दुष्ट आत्मा की जो भी प्रबल ऐसी बातें जो है, इस परमेश्वर के इस पवित्र आत्मा की सामर्थ्य से जो है हम उसके ऊपर विजय को पाए। ഇന്ന് പകൽ എത്ര പേര് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കും? और आप इस ईमानदारी का എന്നെ ഉടയ്ക്കണമേ കർത്താവേ. और परमेश्वर पिता എന്നെ ഉടയ്ക്കണമേ കർത്താവേ. और मुझे तोड़ दे എന്നെ പണിയണമേ കർത്താവേ. और मुझे तू बांध എന്റെ ले। സ്വാർത്ഥതകളെ മാറ്റണമേ. मेरी स्वार्थता को എന്റെ അസൂയകളെ മാറ്റണമേ. मेरी जो गलत बातें हैं वो उसको निकाल എന്നിലുള്ള ले। ഞാൻ എന്ന ഭാവത്തെ മാറ്റണമേ. और मैं ऐसा एक भाव को निकाल എന്റെ दे। ജീവനാലാകട്ടെ, और मेरे पूरे जीवन को जो എന്റെ है, മരണത്താലാകട്ടെ और मैं अगर मृत्यु भी पाऊं तो ദൈവനാമം മഹത്വമെടുക്കണം. परमेश्वर जो है सिर्फ वही महिमा पाए। പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എന്നോട് പറയുന്നു, और पवित्र आत्मा आपको यूं कहती है, അസാധാരണമായ ദൈവപ്രവൃത്തികൾ, और असाधारण ऐसी बातें जो है, ആത്മാർത്ഥതയിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തികൾ और ईमानदारी में आपके सामने प्रकट होने वाली ऐसी നമ്മുടെ बातें, സഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. और हमारे इस कलीसिया में वो आने वाली है। നമ്മുടെ മിനിസ്ട്രിയിൽ വെളിപ്പെടാൻ പോകുകയാണ്. हमारी मिनिस्ट्री में सेवकाई में वो വിശ്വാസത്താൽ आएगा। ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? और वो आप कितना विश्वास करते ദൈവാത്മാവ് हैं। ശക്തമായി എന്നോട് പറയുന്നു, और पवित्र आत्मा बहुत ही सामर्थ्य के ആത്മാർത്ഥത साथ, ഉണ്ടാകട്ടെ. और यहाँ पर ईमानदारी हो, പ്രാർത്ഥനയിൽ ആത്മാർത്ഥത और ഉണ്ടാകട്ടെ. प्रार्थना में ईमानदारी മിനിസ്ട്രിയിൽ हो, ആത്മാർത്ഥത ഉണ്ടാകട്ടെ. और इस कलीसिया में ईमानदारी ആരാധനയിൽ हो, മിനിസ്ട്രി ആത്മാർത്ഥത ഉണ്ടാകട്ടെ. आराधना में ईमानदारी हो, ജീവിതത്തിൽ ആത്മാർത്ഥത और ഉണ്ടാകട്ടെ. जीवन के अंदर ഒരു ईमानदारी हो। ഇരുളിന്റെ ശക്തികൾക്കും പിടിച്ചു വെക്കാൻ കഴിയാത്ത ദൈവപ്രവർത്തികൾ ദൈവാത്മാവ് അയക്കുമെന്ന് KJ തോമസ് അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. എത്ര പേർക്ക് സ്തോത്രം പറയാൻ ഇന്ന് മകൾ മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. हालेलुया। और इस प्रकार से आपके जीवन में पवित्रताई और ईमानदारी अगर है तो परमेश्वर यहाँ पर अचंभे के कार्य करेगा। ആമേൻ. हालेलुया। എവിടെ ആത്മാർത്ഥതയുണ്ടോ और जहाँ पर ईमानदारी है, എഴുതി വെച്ചുകൊള്ളുക, और यहाँ पर आप लिख सकते हैं, അവിടെ റിസൾട്ട് ഉണ്ടാവും. वहां पर जरूर आप रिजल्ट को देखेंगे। ദൈവത്തിന് ഈ തലമുറയിൽ വേണ്ടത് മിടുക്കരെ അല്ല, और इस समय में जो है परमेश्वर अक्लमंद लोगों को लिए नहीं देख रहा है, ആത്മാർത്ഥതയുള്ളവരെ തമ്പുരാന് വേണം. ईमानदार लोगों के लिए वो देखता है। 4 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് തരാം. मैं 4 उदाहरण देना चाहता 4 हूं। വ്യക്തികളെ പരിചയപ്പെടുത്തുക. 4 ऐसे व्यक्तियों को मैं दिखाऊंगा। അവിടെ കൊണ്ട് സമയം തീരുമെങ്കിൽ ഇന്ന് പകൽ നിർത്തിയിട്ട് നമുക്ക് നാളെ തുടരും. और अगर वहां पर समय खत्म हो जाता है तो हम वहां पर खड़े हो जाएंगे। നിങ്ങൾ ഒന്നിശമുള്ള പുസ്തകം ഇപ്പോൾ വായിക്കേണ്ട 9-ാം അധ്യായം പിന്നീട് വീടിച്ചെന്ന് വായിച്ചാൽ മതി. और ये जो अध्याय है बाद में आप जाके पढ़ सकते हैं। കീഷ് എന്ന് പറയുന്ന ധനാഢ്യനായ ഒരു മനുഷ്യൻ, एक कीश नामक एक धनवान व्यक्ति था, അദ്ദേഹത്തിന്റെ മകനാണ് ഷൗൽ. और उसका बेटा है शाऊल। ഈ കീഷിന്റെ കഴുതകളെ കാണാതെ പോയി. और कीश का जो गधे हैं वो मतलब खो गए हैं। കീഷ് തന്റെ മകനായ ഷൗലിനോട് പറഞ്ഞു, കഴുതകളെ അന്വേഷിച്ചു പോകാൻ പറഞ്ഞു. और कीश ने अपने पुत्र शाऊल को कहा कि इन गधों को जो है तुम ढूंढ निकालो। കാണാതെ പോയ കഴുതകളെ അന്വേഷിച്ചു പോവുകയാണ്.
और इस प्रकार से खोए हुए गधों को ढूंढ निकालने के लिए वो निकला है എഫ്രീം മലനാട്ടിലൂടെ അന്വേഷണം നടത്തി. और एफ्रेम के पहाड़ियों से जो है वो ढूंढता हुआ जा रहा है കഴുതകളെ കണ്ടില്ല. और वहां पर नहीं मिले ശാലീഷ് ദേശത്തിലൂടെ പോയി. और शालीश देश से जो है वो वहां से അവിടെയും കഴുതകളില്ല. लेकिन वहां पर भी ना मिले ബെന്യാമീൻ ദേശത്തുകൂടെ സഞ്ചരിച്ചു. और बिन्यामिन जो क्षेत्र है वहां से निकले അവിടെയും കഴുതകളില്ല. लेकिन वहीं पे भी जो है नहीं मिले അവസാനം സൂഫിലെത്തി. और सूफ में पहुंचते हैं അവസാനം മടുത്ത ശൗല് കൂടെയുള്ള ഭൃത്യനോട് പറഞ്ഞു, और शाऊल जो है अपने सहकर्मी को कहते हैं കഴുത പോകാൻ സാധ്യതയുള്ള എല്ലാ വഴികളിലും നമ്മൾ അന്വേഷണം നടത്തി. और जो गधे हैं वो जहां कहीं जा सकते थे ऐसे सारे जगहों में हमने ढूंढ निकाला ഓരോ മൃഗങ്ങളും പോകാൻ സാധ്യതയുള്ള ഓരോ മേഖലയുണ്ട്. और जो मतलब इस तरह के जो प्राणी हैं वो जहां जहां जा सकते हैं പന്നി ऐसे जगह होते പന്നി हैं പോയാൽ എങ്ങോട്ടാ പോകുന്നറിയാം. और जो सुअर है वो कहाँ जाती है हम ആട് जानते हैं പോയാൽ എങ്ങോട്ടാ പോകുന്നറിയാം. आड़ बोलना? ആട് आड़ जो भेड़ है वो कहाँ जाती है हम जानते हैं കഴുത പോയാൽ എങ്ങോട്ടാ പോകാൻ സാധ്യതയുള്ളെന്നറിയാം. और गधा कहाँ जा सकता है वो एक अनुमान लगा सकते കാരണം हैं അവയ്ക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉള്ളിടത്തോട്ടേ അതുങ്ങൾ പോവുള്ളൂ. और उसको जो अच्छा लगता है खाने के लिए जो खाद्य पदार्थ हैं वहां वो जाएंगे അപ്പൊ എഫ്രീം മലനാട്, ശാലീഷ ദേശം, ബെന്യാമീൻ ദേശം, സൂഫ് എന്നൊക്കെ പറയുന്നത് കഴുതകൾക്ക് ഇഷ്ടമുള്ള और മേഖലകളാണ്. इफ्राइम और शालीश और बिन्यामिन और इस प्रकार से सूफ मतलब इन प्रदेशों का जो खाद्य पदार्थ है वो उनको भाता है ഇതിന്റെ അകത്തൊക്കെ ഒത്തിരി ആത്മീക ദൂതുള്ളതാ. പക്ഷെ പരിഭാഷ ഉള്ളത് കൊണ്ട് അത് പറഞ്ഞാൽ ശരിയാകാത്തോണ്ട് ഞാൻ മടങ്ങി വരികയാണ്. वरंडा सुन। ഇല്ല, ഓക്കെ. അങ്ങനെ വന്നപ്പോൾ ശൗല് പറഞ്ഞു, അന്വേഷിക്കാവുന്നിടത്തോളം നമ്മൾ അന്വേഷിച്ചു. और इसलिए जो है वो कहते हैं कि जितना ढूंढ पाए हैं उतना हमने ढूंढा കഴുതകളെ കണ്ടു കിട്ടിയില്ല. लेकिन गधों को नहीं मिले ഇനി കണ്ടു കിട്ടാനോട്ട് സാധ്യതയുമില്ല. और अब ढूंढ निकालने का कोई मार्ग नहीं है എന്റെ ചിന്ത ഞാൻ പറയാണ്, और मैं यूं कहना ഇവര് चाहूंगा വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ 2 ദിവസമായിട്ടുണ്ട്. और घर से निकलकर अब 2 दिन ऊपर हो गए हैं കാരണം ശമൂവേൽ ശൗലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് പിന്നീട് ഞാൻ പറയാം. और शमूएल जो है साउल से कुछ कहते हैं 3 ദിവസം മുമ്പ് കാണാതെ പോയ കഴുതകൾ. और 3 दिन पहले ऐसे खोए हुए गधों को तुम ढूंढ रहे അപ്പൊ थे ശമൂവേലിന്റെ കൂട്ടത്തിൽ ഒരു രാത്രിയല്ലേ പാർത്തുള്ളൂ. लेकिन शमूएल के साथ जो है सिर्फ एक रात गुजारा है സ്വോത്രം പറഞ്ഞു വാന്നേ. हालेलुया അപ്പൊ ഈ 2 ദിവസം ഇവർ അന്വേഷണം നടത്തി പൂർത്തീകരിച്ചു. और 2 दिन जो है पूरा जो है उन्होंने ढूंढ डाला ശൗല് പറഞ്ഞു കഴുതകളെ കിട്ടത്തില്ല. और वो कहा गया कि मतलब गधे अभी नहीं मिलने वाले ഇന്ന് हैं പകൽ ഒരു ദൂത് എന്നോട് ദൈവാത്മാവ് പറയുകയാണ്, और आपसे एक मतलब एक संदेशा आपसे मैं कहना നിന്റെ चाहूंगा പ്രയത്നങ്ങളും അന്വേഷണങ്ങളും എല്ലാം വിഫലമായി. और आपकी जो प्रयत्न है परिश्रम जो है वो उसका एक अंत है ഇനി സാധ്യതയില്ലെന്നും മറുപടി ഇല്ലെന്നും റിസൾട്ട് ഇല്ലെന്നും പ്രതീക്ഷിച്ച് और आप कहेंगे कि अब कुछ और इसमें उत्तर नहीं है इसमें कुछ और नहीं हो सकता है ഏതെങ്കിലും കാര്യത്തിൽ നിരാശ മനസ്സിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ और इस प्रकार का विचार और निराशा आपके मन में है तो ദൈവാത്മാവ് ഇന്ന് പകൽ ശക്തമായി വിളിച്ചു പറയുന്നു, तो पवित्र आत्मा बहुत ही सामर्थ्य के നിന്റെ साथ कहती है ചിന്തകൾക്കും കണക്കുകൂട്ടലുകൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറത്ത് ഇനി മറുപടിയില്ലെന്ന് ചിന്തിക്കുന്ന, കൈവിടപ്പെട്ടു പോയി എന്ന് നീ വിചാരിക്കുന്ന ചില വിഷയത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ നിമിത്തം നീക്കുപോക്ക് ദൈവം തരാൻ പോകുന്നു. നഷ്ടപ്പെട്ടെന്ന് ചിന്തിച്ച ചിലത് സ്വർഗം നിനക്ക് മടക്കി തരാൻ പോകുന്നു എന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ ആധാരം തുറന്ന് വിശ്വാസത്താൽ ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और आपके जीवन में कई ऐसी बातें होंगी जिसको आपने सोचा होगा कि ये सब मेरे जीवन से नष्ट हो गया है, लेकिन मैं ये कहना चाहता हूं कि परमेश्वर जो है आपके लिए एक नया कार्य कर सकता है और वो आपको खोई हुई बातें जो है वो वापस दे सकता है. മാത്രമല്ല അപ്പൻ ഇപ്പം നമ്മളെ കാണാത്തത് കൊണ്ട് സങ്കടപ്പെട്ടിരിക്കുക. 2 ദിവസമായി നമ്മളെ കണ്ടിട്ട് കഴുത പോയതോ പോയി, ഇനി മോനും കൂടെ പോയോ എന്നുള്ള സങ്കടത്തിലായിരിക്കും അപ്പൻ. और शाऊल यूं कहते हैं कि अब पिता भी जो है अभी वो जो है बहुत चिंतित हो जाएंगे कि मेरे बेटे को अब क्या हो गया है, गधा तो गया लेकिन अब बेटा भी शायद गया. ശൗല് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ
और शाऊल वापस जाने के लिए तैयार हो रहा है പോയത് പോകട്ടെ നമുക്ക് മടങ്ങി പോകാമെന്ന് ശൗല് പറയുമ്പോൾ और शाऊल कहता है कि जो गया सो गया, अब वापस चलते हैं। കൂടെയുള്ള ഭൃത്യൻ ആത്മാർത്ഥതയുള്ളവനായിരുന്നു. लेकिन जो उनके साथ जो सहायक था वो बड़ा ईमानदार था। ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ और मैं शायद अगर उसके जगह में होता, എന്റെ പൊന്ന യജമാനനെ ഇത് ഞാൻ നേരത്തെ പറയാൻ തുടങ്ങിയതാ. और मैं कहता कि अरे स्वामी, मैं तो ये बात पहले ही सही बता रहा था। ഈ അപ്പൻ ഇതിന്റെ വല്ല കാര്യമുണ്ടോ? और ये आपके पिता को मतलब क्या जरूरत है ये सब बातों അങ്ങേർക്ക് की? ഇട്ടുമൂടാൻ സ്വത്തുള്ള ആളല്ല. और कितने ही धनवान व्यक्ति हैं वो। രണ്ടോ മൂന്നോ കഴുതകൾക്ക് വേണ്ടി നമ്മളെ ഈ മഞ്ഞും വെയിലും കൊള്ളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? और इस प्रकार से जो है 2 या 3 गधों के लिए जो है हम इतना सब परिश्रम क्यों करें? ഞാൻ ആർത്തിക്ക് പറഞ്ഞേനെ നമുക്ക് പോകാം. 9 അല്ല 90 കഴുതകളെ വേണമെങ്കിലും നമുക്ക് നാളെ വാങ്ങിക്കാം. നമുക്ക് എന്തെങ്കിലും പറ്റിയാ പോയില്ലേ? और मैं अगर उसके जगह पे सहायक के जगह में होता तो मैं कहता कि 9 गधे क्या, अरे 900 गधे जो हैं वो भी अगर चाहिए तो कल हम खरीद सकते हैं। മനസ്സില്ല മനസ്സോടെ ആർക്കാണ്ടും വേണ്ടി ഇറങ്ങിയവൻ അല്ലവൻ. लेकिन वो जो है बड़ा ईमानदार था, उसको ऐसा नहीं था कि യജമാനന്റെ നഷ്ടം അവന്റെ നഷ്ടമായിരുന്നു. वो अपने स्वामी का जो नष्ट है वो खुद का नष्ट के रूप में वो देखा। യജമാനന്റെ നൊമ്പരം അവന്റെ നൊമ്പരമായിരുന്നു. और स्वामी का जो दर्द है वो अपने दर्द के समान। യജമാനന്റെ സങ്കടം അവന്റെ സങ്കടമായിരുന്നു. और स्वामी का जो मतलब रोना जो है वो खुद का रोना था। അവൻ പറയാണ് പോകണ്ട. लेकिन वो कहता है कि नहीं, ഇവിടെ रुक അടുത്തൊരു जाओ। ദർശകനുണ്ട്. और यहाँ पर जो है एक भविष्यवक्ता है, നമുക്ക് അദ്ദേഹത്തിന്റെ അടുക്കൽ ഒന്ന് ചെല്ലാം. हम उनके पास चले। ഹല്ലേലൂയ. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട കഴുതകളെ കുറിച്ച് അദ്ദേഹം പറയും. और जो नष्ट हुए हैं, खोए हुए गधों के बारे में वो कुछ എന്നെ बताएंगे। ത്രസിപ്പിച്ച ഒരു ആശയം കൂടെ അവിടെ ഉണ്ട്. और वहां पर एक और बात है। ശൗല് പറഞ്ഞു ഓക്കെ നമുക്ക് പോകാം. और शाऊल कहता है कि चले, പക്ഷെ അദ്ദേഹത്തിന് കൊടുക്കാൻ ഒരപ്പം പോലും നമ്മുടെ കയ്യിലില്ല. लेकिन शमूएल को देने के लिए कुछ भी हमारे हाथों में नहीं। ഫാണ്ടത്തിലുള്ള മുഴുവൻ അപ്പവും തീർന്നു. और उनके पास जितना मतलब खाने पीने का जो चीजें थे वो सारा खत्म। സമ്മാനമായിട്ട് കൊടുക്കാൻ ഒന്നുമില്ല. और कुछ भी देने के लिए नहीं है। ദൈവാത്മാവ് ഒരു കാര്യം എന്നോട് എന്തോ പറയുന്നു. और पवित्र आत्मा मुझसे यूं कुछ कहती है। ഫാണ്ടത്തിൽ ഒരപ്പം പോലും ഇല്ലാതെ തകർന്നവനെയാ. और वहां पर कुछ भी उनके पास बाकी बचा नहीं है। വിരുന്നിൽ വിശേഷ നന്മകൾ മാറ്റിവെപ്പിച്ച് ദൈവം ഇരുത്തിയത്. लेकिन वहां पर एक बड़ी ही एक वहां पर बड़ा एक फीस्ट उनके लिए तैयार किया गया। പ്രതീക്ഷിക്കാത്ത തകർച്ചകളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലയിൽ കൈവച്ച് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ആ തകർച്ചകളൊന്നും നിന്നെ തീർക്കാനല്ല, ആ തകർച്ചകൾ കണ്ട് ഇതുകൊണ്ടെല്ലാം അവസാനിച്ചെന്ന് നീ പറയണ്ട. നിന്റെ ചിന്തയ്ക്കപ്പുറത്ത് നിനക്ക് വേണ്ടി ചിലത് കരുതി തരാൻ ഇന്ന് പകൽ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ ആധാരം തുറന്ന വിശ്വാസത്താൽ സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ദൈവ ശബ്ദത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. अगर आप सोच रहे हैं कि मेरा सब कुछ खत्म हो गया है, ऐसा कोई व्यक्ति अगर यहाँ पर बैठा है तो पवित्र आत्मा आपसे कहती है कि परमेश्वर आपको वो वापस देना चाहता है। അവൻ പറയാ അപ്പം ഒന്നുമില്ലേലും സമ്മാനം കൊടുക്കാൻ അങ്ങയുടെ കയ്യിൽ ഒന്നുമില്ലേലും और उनको खाने के लिए कुछ देने के लिए या कोई चीज उनको प्रदान करने के लिए कुछ भी ना हो, എന്റെ കയ്യിൽ 1/4 ശേക്കൽ വെള്ളിയുണ്ട്, लेकिन मेरे हाथ में जो है थोड़ा पैसा है ഞാൻ അതു തരാം ദർശകന് കൊടുക്കാൻ. और भविष्यता को जो है वो हम प्रदान कर सकते हैं। ആത്മാർത്ഥതയുള്ള ഭൃത്യൻ ഉണ്ടായിരുന്നത് കൊണ്ടാ और वहां पर एक ईमानदार सहायक था ശൗൽ ശമൂവേലിന്റെ വീട്ടിലെത്തിയത്. और शाऊल जो है अब शमूएल के घर पहुंचता है। ശമൂവേൽ തൈലക്കൊമ്പിൽ നിന്ന് ശൗലിന്റെ മേൽ രാജകീയ അഭിഷേകം ഒഴിക്കാൻ കാരണം और इसी का कारण है कि शमूएल ने वहां पर शाऊल के सिर पर तेल मला। വിശ്വസ്തനായൊരു ആത്മാർത്ഥതയുള്ള ഭൃത്യൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് और एक ईमानदार सहायक होने के कारण ऐसा उसके जीवन में ഇന്ന് പകൽ എത്ര പേര് സ്തോത്രം ചെയ്ത് ദൈവത്തോട് പറയും? कितने लोग हैं जो आज ദൈവമേ परमेश्वर को धन्यवाद അനേകരുടെ ആത്മരക്ഷയ്ക്ക്
और कई लोगों के आत्मिक അനേകരുടെ ആത്മീക വിടുതലിന്, और आपके आत्मिक वरदानों के लिए, അനേകരുടെ ആത്മീക അനുഗ്രഹത്തിന് और आपके बरकत के लिए എന്നെ ഒരു ഉപകരണമാക്കി മാറ്റണമെന്ന് और मुझे आपके लिए एक उपयोग का एक पात्र बना दे। ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? और आप में से कितने तैयार യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, यीशु के अधिकार वाले ഇന്ന് नाम പകൽ से, ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. और पवित्र आत्मा आपसे बातचीत ചിലരെ करती है। ദൈവ പദ്ധതിയിലേക്ക് നടത്താൻ, നിന്നെ ഒരു ഉപകരണമാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി സമർപ്പിച്ചു കൊള്ളുക. പ്രതീക്ഷിക്കാത്ത ചിലരെ, പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിൽ കർത്താവിലേക്ക് നടത്താൻ നിന്നെ ഒരു മുഖാന്തരമാക്കി ദൈവാത്മാവ് മാറ്റുമെന്ന് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ സംസാരിക്കുന്നു. അതരം തുറന്ന് സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കൾ അക്കരമടിച്ച് ശക്തിയോടെ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവാത്മാവ് ഇന്ന് പകൽ ചിലരോട് സംസാരിക്കുകയാണ്. എല്ലാവരും അക്കരമടിച്ച് ആധാരം തുറന്ന് അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് പരിശുദ്ധാത്മ വ്യാപാരം ഇന്ന് പകൽ ഇതിനകത്ത് സംഭവിക്കട്ടെ. हालेलुया, 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 हालेलुया। और आपके जीवन में परमेश्वर जो है एक अचंभे का कार्य करने जाता है, और वो चाहता है कि आपका एक योजना है आपके जीवन के लिए, और आपका जीवन उसका कारण बने कि वो जो पवित्र आत्मा की जो बरकत है दूसरों के जीवनों में जा सके। इसके लिए आप तैयार है क्या? हालेलुया, 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 हालेलुया। എന്തോ ദൈവാത്മാവ് എന്നോട് ശക്തമായി സംസാരിക്കുന്നു. और पवित्र आत्मा बहुत सामर्थ्य से बात करती है। ആത്മാർത്ഥത നമ്മിൽ ഉണ്ടാകട്ടെ. आपके जीवन में ईमानदारी बनी रहे, അറിയാത്ത വഴികളിലൂടെ, और आप जो मार्गों को नहीं जानते हैं, പ്രതീക്ഷിക്കാത്ത മുഖാന്തരങ്ങളിലൂടെ और जहां पर आपकी कोई प्रतीक्षा नहीं है, ചിലരെ ऐसे जगहों में ദൈവിക പദ്ധതിയിലേക്ക് നടത്തിക്കൊണ്ടുവരാൻ, താങ്കളെ ഒരു ഉപകരണമാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ദൈവാത്മാവ് സംസാരിക്കുന്നു. അതിനാണ് ഈ വചനം ഇവിടെ മുഴങ്ങുന്നത്. ആത്മാർത്ഥത വർദ്ധിക്കട്ടെ. ചിലരെ ദൈവിക പദ്ധതിയിലേക്ക് വലിച്ചടിപ്പിക്കാൻ, താങ്കളെ ഒരു ഉപകരണമാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതെന്നിൽ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. और पवित्र आत्मा और परमेश्वर ये चाहते हैं कि आपके जीवन के द्वारा दूसरों में एक बरकत मिले, और आप उसका एक योजना के अनुसार अपने जीवन को ले जाएं, ऐसा परमेश्वर चाहता है। രണ്ട് മൂന്ന് ഉദാഹരണം കൂടെ പറയണം. 2 या 3 उदाहरण मैं कहना चाहता हूँ, രണ്ടാമത്തെ ഒരു വ്യക്തിയിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. और दूसरे एक व्यक्ति के जीवन में हम आए, വായിക്കേണ്ട സമയലാഭത്തിന് ഞാൻ പറഞ്ഞുവിടാം. और हम उसको पढ़ेंगे लेकिन बोलूंगा। രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായമാണ്. और दूसरा राजा उसका 5वीं अध्याय, വായിക്കേണ്ട, ശ്രദ്ധിച്ചു കേട്ടാ മതി. आप पढ़े नहीं, आप सब सिर्फ सुने। ആരാം രാജാവിന്റെ സൈന്യാധിപനായ നയമാൻ, और आराम का जो राजा है उसका सेनापति नयमान, നയമാൻ പരാക്രമശാലിയാണെങ്കിലും കുഷ്ഠരോഗിയാണ്. और वो बड़ा पराक्रमशाली था, लेकिन उसके जीवन में क्या था? कुष्ठ उसको था। അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. और उनके घर में जो है एक छोटी लड़की। എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് എന്നോട് വന്നേ. हालेलुया। പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചെറിയ പെൺകുട്ടി. और पवित्र आत्मा ने यूं ही लिखा है कि वहां पर एक छोटी बालिका थी। ഇസ്രായേൽ ദേശം ആക്രമിച്ചപ്പോ ഇവളെ അടിമയായി പിടിച്ചുകൊണ്ട് വന്നതാ. और इजराइल के ऊपर जब कूच हुआ था तो वहां पर उसको बंधुआ बनाकर लेके गए हैं। നയമാന്റെ ഭാര്യയെ ശുശ്രൂഷിക്കുകയാണ് ഇവള്. और नयमान की जो पत्नी है उसको वो देखती हैं, അവൾ എന്തെല്ലാം ദൈവത്തോട് പിറുപിറുക്കണം അല്ലേ. और वो परमेश्वर के खिलाफ क्या क्या कुड़कुटा सकती थी। എട്ടും പൊട്ടും തിരിയാത്ത ഈ ചെറുപ്രായത്തിൽ
और ऐसा एक बालकपन में മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ കഴിയേണ്ട സഹോദരങ്ങളോട് ഒരുമിച്ച് കളിച്ചും ചിരിച്ചും രസിച്ചും വളരേണ്ട ഈ പ്രായത്തിൽ और अपने परिवार में माता पिता के साथ उनके भाई बहन के साथ खेलने का एक उम्र रहा എന്റെ ഈ उसका। കുഞ്ഞു പ്രായത്തിൽ എനിക്ക് ഈ വേദന സമ്മാനിച്ച ദൈവം ക്രൂരനല്ലേ? और मेरे जीवन में इस प्रकार के जो अनुभव होने चाहिए थे, लेकिन मैं यहाँ पर बंधुआई में हूँ और परमेश्वर मेरे जीवन में ऐसा काम किया है। ദൈവാസ്തിക്യത്തിന് നേരെ പോലും അവൾ വിരൽ ചൂണ്ടേണ്ടതല്ലേ? और इस प्रकार से परमेश्वर के खिलाफ वो बात कर सकती थी। ഒരു ദൈവമുണ്ടെങ്കിൽ എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് അവൾ ചോദിക്കേണ്ടതല്ലേ? और ऐसे एक परमेश्वर को जो है वो प्रश्न जरूर कर सकती थी। പക്ഷേ लेकिन ജീവിതത്തിൽ തിക്താനുഭവങ്ങളിലൂടെ ചെറുപ്രായത്തിൽ കടന്നു പോകുമ്പോഴും लेकिन उसके जीवन में जब बालकपन में भी इस प्रकार के कठोर अनुभवों से जाने അവൾക്കൊരു पर കാര്യം भी, ഉറപ്പുണ്ടായിരുന്നു. लेकिन उसके हृदय में एक दृढ़ निश्चय എന്റെ था। ദൈവം അറിയാതെയും और मेरा परमेश्वर के जाने എന്റെ बगैर ദൈവം അനുവദിക്കാതെയും और मेरा परमेश्वर मतलब अनुमति ना दे फिर എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നതിന്റെ ഒക്കെ പിന്നിൽ തിന്മയ്ക്കല്ല നന്മയ്ക്കായി ചലിക്കുന്ന ഒരു കരം, അതെന്റെ ദൈവത്തിന്റെ കരമാണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് പ്രാപ്തി ഉണ്ടായിരുന്നു. ആ പിൻകുഞ്ഞിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. और उसे बहुत आयत से अच्छी तरह से वो जानती थी कि उसके अनुमति के बिना उसके जीवन में कुछ भी गड़बड़ नहीं हो सकता है। എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തു വരണേ. आप सब परमेश्वर को धन्यवाद दें। അവള് തന്റെ യജമാനത്തിയോട് പറയാ, और वो अपनी जो मालकिन है उनसे बोलती है, ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകനുണ്ട്, और हमारे राज्य में जो है एक भविष्यवक्ता है, എന്റെ യജമാനൻ അവിടം വരെ ഒന്ന് പോയിരുന്നെങ്കിൽ और मेरे मालिक वहां तक अगर वो जा सकते तो പ്രവാചകൻ ഈ കുഷ്ഠം മാറ്റിക്കൊടുത്തേ. और ये कोड जो है वो मेरा भविष्यवक्ता जो व्यक्ति है उनको मैं जानती हूँ वो दूर कर सकते हैं। ഞാനെങ്ങാനുമാണെ പ്രാർത്ഥിച്ചേനെ. और मैं अगर होता तो यूं प्रार्थना എന്റെ करता। ദൈവമേ, ഇങ്ങേര് ഇസ്രായേൽ രാജ്യത്തിന്റെ പ്രധാന ശത്രുവാ, और ये इजराइल का एक प्रधान शत्रु है, ഇവനങ്ങ് ചത്തിരുന്നെങ്കിൽ ഞങ്ങളങ്ങ് രക്ഷപ്പെട്ടേ. और ये अगर मर जाता तो हम छूट जाते। എന്റെ ഈ കുഞ്ഞു പ്രായത്തിൽ എന്നെ ഇവിടെ അടിമയായി കൊണ്ടുവന്ന് ഇവന്റെ കണ്ണി ചോരയുണ്ടോ? और मैं इस बालकपन में मुझे बंधुआ बनाकर लेके आया है, इसका बुरा हो, ഇവനെ മൂടിക്കണേന്ന് നമ്മളാണ് अरे പ്രാർത്ഥിക്കുന്നത്. इसका सत्यानाश हो, ऐसा मैं प्रार्थना പക്ഷെ करता ആ हूं। പെൺകുട്ടി അങ്ങനല്ല. लेकिन वो लड़की जो है उसने कतई ऐसा नहीं किया। അവൾ ആ വീട്ടിന്റെ അടിമയാണെങ്കിലും और वो उस घर की एक बंधुआ थी, ആ വീട് അനുഗ്രഹിക്കപ്പെടാൻ അവൾ ആഗ്രഹിച്ചു. लेकिन वो चाहती थी कि उसका घर जो है അദ്ദേഹം वो സൗഖ്യമാകാൻ അവൾ ആഗ്രഹിച്ചേ. और वो चाहती थी कि मालिक जो है ഈ वो വീട് चंगा हो। മുടിയാനല്ല, ഇത് പണിയാനാ. എന്റെ ദൈവം എന്നെ അവിടെ അയച്ചതെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഉറപ്പുള്ളവൾക്ക് മാത്രമേ ആത്മാർത്ഥത കാണിക്കാൻ പറ്റുകയുള്ളൂ. അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? और इस प्रकार से वो जानती थी कि वो जो घर में गई है उसका सत्यानाश ना हो, लेकिन वहां पर जो है भला काम हो, इसके लिए वो आगे बढ़ी। ഇന്ന് മകൾ സ്തോത്രം ചെയ്ത് ഞാൻ പറയാ, और यहाँ पर आप अगर प्रशंसा करें, നമുക്ക് महिमा करें, ശത്രുക്കൾ ആരും കാണരുത്. और हमारे शत्रु जो है वो कभी नीचे ना गिरे। എന്റെ ദൈവത്തിന്റെ വചനം പറയുന്നത്, और वचन यूं कहती है, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. और आपको इसलिए बुलाया गया है कि आप दूसरों पे क्या करें, आप अभिषेक करें और आशीष दें, और न कि आप किसी को गलत बोले। ആരുടെയും താഴ്ചയല്ല, ദുരന്തമല്ല, ആരുടെയും തകർച്ചയുമല്ല. നന്മ കാണാൻ, അനുഗ്രഹം കാണാൻ, ഉയർച്ച കാണാൻ, അത് കണ്ട അസൂയയില്ലാതെ എന്റെ ദൈവത്തിന് സ്തോത്രം പറയാനുള്ള നല്ല ഹൃദയം എനിക്ക് തരണമെന്ന് ആത്മാർത്ഥമായി ചങ്കൂറ്റത്തോടെ ദൈവത്തോട് പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. हालेलुया। और आप किसी का नाश ना देखें, लेकिन वो बढ़ते चले, ऐसा आपके हृदय में हो, ऐसा आप जरूर प्रार्थना करें। ആമേൻ. हालेलुया। യജമാനത്തി
യോടിവള് പറഞ്ഞ് നയമാൻ അത് അറിഞ്ഞു. और मालकिन ने यूं कहा और नैमान को पता चला. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. और आप सब मुझे देखें. ഇവളൊരു ചെറിയ പെൺകുട്ടിയാ. और ये एक छोटी लड़की है. ഇങ്ങേരൊരു സൈന്യാധിപനാ. और ये जो है बड़े सेनापति हैं. എട്ടും പൊട്ടും തിരിയാത്ത ഈ പെങ്കൊച്ചു പറയുക കുഷ്ഠം മാറ്റി കൊടുക്കുന്ന ഒരു പ്രവാചകൻ അവിടെ ഉണ്ടെന്ന്. और कुछ भी न जानने वाली ऐसी एक बालिका जो है वो कहती है कि कोड जो है वो निकाल सके ऐसा एक भविष्यता. ഇദ്ദേഹം ചെന്ന് രാജാവിനോട് ആരാ രാജാവിനോട് പറയാ എന്റെ വീട്ടിലുള്ള അടിമ പെൺകുട്ടി പറഞ്ഞെന്ന് ഇസ്രായേലിൽ കുഷ്ഠം മാറ്റുന്ന ഒരു പ്രവാചകനുണ്ട്. और वो जाके अपने राजा आराम के राजा को कहते हैं कि इजराइल में ऐसा एक भविष्यता है जो मेरे कोड को वो ठीक कर सकता है. അപ്പൊ നയമാൻ സൈന്യാധിപനാണെങ്കിലും लेकिन नैमान एक सेनापति होने के ഇവള് बावजूद ചെറിയ പെൺകുട്ടിയാണെങ്കിലും और ये एक छोटी बालिका है फिर भी ഇവള് പറയുന്നതിന്റെ അകത്ത് കാര്യമുണ്ടെന്ന് और ये जो कह रही है उसमें जरूर कुछ सच्चाई है കാര്യമുള്ളതേ അവള് പറയുകയുള്ളെന്ന് और वो सच्चा बोलती है और उसमें सच्चाई है എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ അവൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവളാണെന്ന് और वो जानते थे कि वो लड़की वो सच बोलती है और मेरा घराना कभी तहस नहस ना हो. അവളിൽ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ और वो उस ईमानदार है इसीलिए നയമാൻ പോയെ. और इसीलिए नहमान वहां से ഇന്ന് गया. മകൾ സ്വോത്രം ചെയ്തു പറ हालेलुया हालेलुया. കർത്താവേ എനിക്ക് മിടുക്കനാകണ്ട, और मुझे कोई मतलब बुद्धिमान नहीं होना പക്ഷേ है എന്നെ മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന നിലയിൽ और मैं विश्वास योग्य बनूं ऐसा होने दो ഒരു സത്യസന്ധമായ ജീവിതം നയിക്കാൻ और एक सच्चा जीवन जीऊं. കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നവരെ और കരമുയർത്തി उसका നന്ദിയോടെ कृपा मुझे ദൈവത്തിന് दे, സ്തോത്രം ऐसा ചെയ്യുക. प्रार्थना करें. എന്റെ സഹോദരങ്ങളെ ഞാൻ രണ്ട് Hallelujah. കൈയും കൂപ്പി പിടിച്ച് പറയാ. और मैं हाथ जोड़कर आपको दो बातें ഒരു कहूंगा. കാലത്ത് നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത നമ്മളെ വിശ്വസിക്കാൻ കൊള്ളാം എന്നായിരുന്നു. और हमारे विश्वास के बारे में ऐसा कहा जाता था कि हम जो है विश्वास योग्य लोग हैं. ये बात थी. എന്നോട് പിണങ്ങല്ലേ. और मुझसे आप खफा न हो. ഇന്ന് ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളരുതാത്തവരായി നമ്മൾ മാറിയിട്ടുണ്ട്. लेकिन सालों से जो है अब हमारा ऐसा मतलब अनुभव है कि हम विश्वास योग्य नहीं बने रहे. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? और कितने लोग इसके लिए ദൈവമേ വിശ്വാസ വഞ്ചനയൊന്നും और विश्वासघात जो है हमारे बीच में ना पाया जाए ചെയ്യാൻ ഇടവരരുത്. और वो ना पाया जाए हमारे बीच में. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? और कितने लोग इसके लिए ഈ സ്തോത്രം धन्यवाद പോരാ, दें. കര ഉയർത്തി महिमा നന്ദിയോടെ दें. ദൈവത്തിന് സ്തോത്രം. हालेलुया. അവളെ വിശ്വാസമായിരുന്നു. और उस लड़की पर जो है उसने विश्वास किया. അടുത്ത ആശയം കൂടെ ഞാൻ പറയാം. और दूसरी बात मैं कहना ഇങ്ങനെ चाहूंगा. പോകുന്നത് 10 താലന്ത് വെള്ളി. पत? 10 താലന്ത് വെള്ളി. और 10 तालंत जो मतलब चांदी का 6000 ഷേക്കൽ പൊന്ന് और 6000 शेकल सोना जो है 10 കൂട്ടം വസ്ത്രം और 10 जो मतलब पहनने के जो ड्रेस हैं. എല്ലാരും ഒന്നൊന്ന് സ്തോത്രം ചെയ്ത് വരണേ. हालेलुया. ഇങ്ങേരുടെ വിചാരം സൗഖ്യം ഇത്രയും കൊണ്ട് വിലയ്ക്ക് വാങ്ങാവുന്ന. और वो इस प्रकार से शायद सोचते थे कि जो चंगाई जो है ये सब चीजों को देने से होगा. സമയമാണോട് ഞാനങ്ങ് നിർത്താൻ പോവാ, പെട്ടെന്ന് ഇത് പറഞ്ഞു നിർത്താം. ഓടിച്ചു വരാം. और जल्दी से मैं आगे बढ़ूं. രാജാവിന്റെ അടുത്തോട്ടാ പോയെ. और वो राजा के पास गए അവർ രാജാവ് തെറ്റിദ്ധരിച്ചു. और राजा ने गलत माना. ആരാൻ രാജാവ് യുദ്ധത്തിനൊരു കാരണം അന്വേഷിക്കുക. और जो इजराइल का राजा सोचता है कि आराम का राजा जो है वो युद्ध करना ഒരു चाहता है. കുഷ്ഠരോഗിയെ വിട്ടിട്ട് എഴുത്തും കൊടുത്തു വിട്ടേക്ക് സൗഖ്യമാക്കണം. एक कोड़ी को भेजकर वो कहा है कि अब इसको चंगा कर. മരിപ്പിക്കാനും കൊല്ലാനും ഞാൻ ദൈവമാണോ? और मारने और मरवाने के लिए क्या मैं भगवान हूं क्या? രാജാവ് വസ്ത്രം കീറി. और राजा ये सब देखकर वो मतलब वहां से ഏലീശ അത് അറിഞ്ഞു രാജാവ് വസ്ത്രം കീറിയെന്ന്. और अपना जो वस्त्र जब राजा ने फाड़ दिया तो एलीजा जो है वो एलीशा പറഞ്ഞു, एलीशा जान जाता है. ഏലീശ പറഞ്ഞു എന്റെ അടുത്തോട്ട് വിട്ടേക്കാൻ പറഞ്ഞു. और एलीशा वो कहता है कि उसको मुझे मेरे पास भेज. ഇവൻ കുതിരകളോടും രഥങ്ങളോടും കൊണ്ടുവന്ന സമ്പത്തോടും കൂടെ അവിടെ വരുന്നു. और वो घोड़ों और रथों के साथ जो चीजें लेके आया वो सारी बातों को लेकर वो आया. ഏലീശ പുറത്തു പോലും വന്നില്ല. और एलीशा जो है वो बाहर भी नहीं आया. 7 പ്രാവശ്യം പോയി യോർദാനിൽ മുങ്ങിക്കോളാൻ പറഞ്ഞു. और उसने कहा कि 7 बार तुम यर्दन में जाकर डुबकी लगा. അന്നെന്തിനാ ഇവനെ മുക്കിയത്? എന്തിനാ? और यहाँ पर क्यों डुबकी लगवाया? നിന്റെ മനോഭാവം എന്താ?
और तुम्हारा मनोभाव कैसा നീ है? കുതിരയും രഥവുമായിട്ട് വന്ന എന്തിനാ? तुम इस घोड़ों और रथों के साथ क्यों നീ आया 10 है? താലന്ത് വെള്ളി 6000 ശക്കൽ പൊന്നും ഈ 10 കൂട്ടം വസ്ത്രമായിട്ട് എന്തിനാ വന്നേ? और ये चांदी और सोना और वस्त्रों को लेकर तुम क्यों आए हो? നീ ഉദ്ദേശിക്കുന്നത് പോലെ ഇസ്രായേലിന്റെ ദൈവത്തെ നിന്റെ പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന और ആളല്ല. इस्राएल का जो परमेश्वर है उसको इस चांदी और सोना से जो है तुम खरीद नहीं നീ सकते। വാരിയെറിയുന്ന വെള്ളിയിലും പൊന്നിലും പ്രസാദിച്ചല്ല എന്റെ ദൈവം നിന്നെ സൗഖ്യമാക്കുന്നത്. എന്റെ ദൈവം നിന്റെ മേൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്റെ കരുണ കൊണ്ടാണ്, അത് തന്റെ കൃപ കൊണ്ടാണ്, അത് തന്റെ ദയ കൊണ്ടാണ്, അത് തന്റെ മനസ്സലിവ് കൊണ്ടാണ്. അത് അവനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ആചാരം തുറന്നു ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और एलिशा जो है वो दिखाना चाहते थे कि वो सोना और चांदी के बल से नहीं, लेकिन परमेश्वर जो है वो हम गुड़गुड़ाएं, जो उसके पास आकर गिड़गड़ाएं, रोएं, और अगर हम वहां पर बहुत ही मतलब वहां पर हो जाएं तब हमारे ऊपर वो करुणा करता है और हमको वो चंगाई देता है। പ്രവാചകനാ പൊന്നോ വെള്ളിയോ വസ്ത്രമോ ഇദ്ദേഹത്തിൽ നിന്ന് വാങ്ങി പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുത്തിരുന്നെങ്കിൽ സൗഖ്യം വില കൊടുത്തു വാങ്ങിയെന്ന് വന്നേനെ. പക്ഷെ ഇങ്ങനെ ചെയ്തതുകൊണ്ട്, പാരിതോഷികമൊന്നും കൈപ്പറ്റാതെ ചെയ്തതുകൊണ്ട് അത് ദൈവത്തിന്റെ കരുണയെന്ന് വരുന്നു, അത് ദൈവത്തിന്റെ കൃപയെന്ന് വരുന്നു. എവിടെയാണ് ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്, എവിടെയാണോ തന്റെ മഹത്വം ഉയർത്തപ്പെടുന്നത്, അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതെങ്കിൽ ഇന്ന് മകൾ സ്തോത്രം ചെയ്തു പറ, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നിടത്തെല്ലാം എന്റെ ദൈവത്തിന്റെ നാമം മാത്രം ഉയരട്ടെ, ഞങ്ങൾ അപ്രസക്തരായി മാറട്ടെ. അതരം തുറന്നു സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഇന്ന് മകൾ ദൈവാത്മാവ് തന്റെ പ്രവൃത്തിക്കായി നമ്മെ ഒരുക്കുകയാണ്, നമ്മോട് സംസാരിക്കുകയാണ്. और सोने और चांदी और धन के बल पर नहीं, लेकिन परमेश्वर जो है हमारे हृदयों को देखता है और उसके कारण जो है वो वहां पर कार्य को करता है। ഒരാളെയും കൂടെ കുറച്ച് പേരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി ഇവിടെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി നിർത്താം. और दो और व्यक्तियों को मैं उनका परिचय देकर मैं खत्म करता ഇവൻ हूँ। ക്രുദ്ധിച്ചു പോയെന്നാ, ദേഷ്യപ്പെട്ടങ്ങ് പോയി. और वो बहुत क्रोधित होकर वो गया। എന്റെ നാട്ടില് അർബാനയും പർപ്പരും പോലുള്ള നല്ല തെളിഞ്ഞ വെള്ളമുള്ളപ്പോ, और मेरे देश में जो है बहुत ही स्वच्छ ऐसे पानी बहने वाले जब नदियां हैं, കലക്കവെള്ളത്തിൽ പോയി കുളിക്കാനോ, और ऐसे गंदे पानी वाला यर्दन में मैं जाके डुबकी लगाऊं, അവൻ കോപക്രാന്തനായി തിരിച്ചു പോകുമ്പോ और वो क्रोधित होकर वो वापस चला गया। കൂടെ വന്നവര് ആത്മാർത്ഥതയുള്ളവരായിരുന്നു. लेकिन उसके सहायक जो है वो बड़े ईमानदार थे, അവര് എന്നിട്ട് നയമാനോട് പറയാണ്, और वो नयमान के पास आकर वो याचना करते हैं, എന്റെ യജമാനനെ വേറെ പ്രയാസമുള്ളതൊന്നും പറഞ്ഞില്ലല്ലോ. अरे मालिक कुछ ऐसी कोई गलत बात तो नहीं की उसने, എല്ലാരും ഒന്ന് വന്നേ എന്റെ കൂടെ. और आप मेरे साथ आइए, आप हमारे साथ അവര് आइए। പറഞ്ഞതിന്റെ ധ്വനി ഇതാ, और इस प्रकार से उन्होंने बात की। വേറെ വല്ല പ്രവാചകന്മാരും ആയിരുന്നെങ്കിൽ, നമ്മുടെ നാട്ടിലുള്ളവര് വല്ലതും ആയിരുന്നെങ്കിൽ 10 താലന്ത് വെള്ളിയും 6000 ശേക്കല് പൊന്നും ഈ 10 കൂട്ടം വസ്ത്രവും അമ്മാരടിച്ചെടുത്ത് നമുക്ക് ഒരു ഗുണം ഉണ്ടാകാതെ മടക്കി വിട്ടേനെ. और हमारे देश में अगर ऐसा कुछ हुआ होता तो भविष्यता जो है और उसके लोग क्या करते, ये सारा कुछ दबा देते और आगे बढ़ते। യജമാനനെ അങ്ങേര് പറഞ്ഞതിൽ ഒരു ആത്മാർത്ഥതയുണ്ട്. लेकिन उन्होंने जो कहा उसमें एक सच्ची एक बात है, അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. और उन्होंने जो बात कही है वो सच्ची बात कही है। കാരണം നമ്മുടെ ധനത്തിലല്ല और हमारे धन में അദ്ദേഹത്തിന്റെ ശ്രദ്ധ, हमारे धन में नहीं, लेकिन हमारी श्रद्धा जो है അതിന്റെ वो ഒരു उसमें होना। അത് സത്യസന്ധമാണ് ഈ പറഞ്ഞത്. और वो जो बात कही है वो सच्ची बात कही है। യജമാനനൊന്ന് മുങ്ങന്നേ, और मालिक आप जो है डुबकी लगाएं, സൗഖ്യം കിട്ടിയാൽ പകരം വെക്കാനില്ലാത്ത ഒരു ഉപകാരമല്ലേ അത്? और अगर आपको चंगाई मिलती है तो कितनी बड़ी बात है। എന്റെ ദൈവത്തിന് സ്തോത്രം. और परमेश्वर को धन्यवाद हो। ഇദ്ദേഹം പോയി മുങ്ങി, और ये जो है जाकर डुबकी लगाया, കുഷ്ഠരോഗം മാറി. और उसका कोड जो है उसमें से ഇവന്റെ छूट गया। സൗഖ്യത്തിന്റെ പിന്നിൽ और इसके चंगाई के पीछे അടിമ പെൺകുട്ടിയുടെയും और एक बंधुआ बालिका കൂടെ വന്ന ബാല്യക്കാരുടെ ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ, और उसके साथ आने वाले जो सहायक हैं, उनके कारण ആത്മാർത്ഥതയുള്ളവരുണ്ടെങ്കിലേ
और ईमानदारी अगर किसी में हो, ദൈവത്തിന് വല്ലതും ചെയ്യാൻ കഴിയുള്ളൂ. तो परमेश्वर जो है वो कार्य कर ഇന്ന് പകൽ सकता है. സ്തോത്രം ചെയ്തു പറ. आप धन्यवाद दें. രോഗികൾ സൗഖ്യമാകണോ? और अगर रोगी को ദൈവപ്രവൃത്തി വെളിപ്പെടണോ? और यहाँ पर कार्य ജീവനുള്ള ഒരു ദൈവമുണ്ടെന്ന് और एक जीवित परमेश्वर है, ലോകം അറിയണോ? अगर दुनिया जान सके നമ്മുടെ ആത്മാർത്ഥത വെളിപ്പെടണം. तो हमारी ईमानदारी जो है ഇന്ന് वो പകൽ प्रकट हो. യേശുവിന്റെ നാമത്തിൽ और यीशु मसीह के नाम ഞാൻ ഈ से ദൂതിനകത്ത് വിളിച്ചു പറയുകയാണ്. आपसे मैं ये संदेश देना चाहता ദൈവത്തിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് ഞാൻ പങ്കുവയ്ക്കുകയാണ്. हूं. और परमेश्वर की जो सामर्थ की बात ഇന്ന് आपसे कहता പകൽ हूं. ദൈവാത്മാവ് എന്നോട് പറയുന്നു, और जो पवित्र आत्मा है मुझसे कहती है നിങ്ങളോട് പറയുന്നു, और आपसे कहती है ആത്മാർത്ഥത ഉണ്ടാകട്ടെ. ईमानदारी आप में हो. സൗഖ്യം വ്യാപിക്കാൻ പോകുകയാണ്. और यहाँ पर जो है चंगाई ദൈവപ്രവൃത്തി होने वाला है. വെളിപ്പെടാൻ പോകുകയാണ്. और परमेश्वर की सामर्थ പരിശുദ്ധാത്മാവ് करने वाली है. പ്രവർത്തിക്കാൻ പോകുകയാണ്. और पवित्र आत्मा यहाँ पर कार्य ആധാരം करेगी. തുറന്നു സ്തോത്രം പറയാൻ എത്ര പേർക്ക് आप മനസ്സുണ്ട്? उसको लेकर धन्यवाद അവരെ करें. കരമടിച്ച് ആധാരം തുറന്ന് और आप हाथ അല്പനിമിഷം तालियों കൂടെ ദൈവത്തിന് സ്തോത്രം से ചെയ്യാം. हालेलुया और महिमा दे. हालेलुया 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 Praise you Lord. Hallelujah 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 oh praise you Lord. Hallelujah 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 ദൈവാത്മാവ് ഒരു ദൂതനോട് പറയുന്നു, और पवित्र आत्मा और कहती है പരമാർത്ഥതയോടെ തമ്പുരാന് വേണ്ടി നിന്നു. और ईमानदारी के साथ उसने परमेश्वर के लिए खड़ा हुआ. ആത്മാർത്ഥമായി ചിലതിന് ചുവട് വെച്ചോ. और अगर आप ईमानदारी से आगे बढ़ते हैं तो ദൈവം നിന്നെ ലജ്ജിപ്പിക്കുകയില്ല. और परमेश्वर आपको कभी लज्जित न ഇന്ന് പകൽ होने ദൈവാത്മാവ് ആ देंगे. ശബ്ദം എന്നോട് പറയുന്നു, और ये आवाज आपके लिए है. നീ ലജ്ജിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. परमेश्वर आपको कभी लज्जित न വിശ്വാസത്താൽ എത്ര होने പേർക്ക് देगा. സ്തോത്രം പറയാൻ കഴിയും? अगर आप विश्वास करते हैं പരിശുദ്ധാത്മാവ് ആവർത്തിച്ചു उसको പറയുന്നു, महिमा दे. हालेलुया. എന്റെ ജനം ലജ്ജിച്ചു പോകയില്ല. और मेरे लोग जो है कभी എല്ലാവരും लज्जित न സ്തോത്രം होंगे. ചെയ്തു പറ, अगर आप എന്റെ धन्यवाद ജനം दें, ലജ്ജിച്ചു പോകയില്ല. आप कभी लज्जित न होंगे. എന്തോ കർത്താവ് എന്നോട് പറഞ്ഞ ഇങ്ങനെയാ, परमेश्वर ने मुझसे यूं कहा ഇവള് വിശ്വാസത്താൽ ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞതാ. और विश्वास के साथ और बड़े ईमानदारी के साथ कहा. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. और आप सब ध्यान से देखें. യോർദാനിന് മുങ്ങാൻ പറഞ്ഞപ്പോ और यर्दन में जाकर डुबकी लगाने जब बोला മുങ്ങാതെ और नहीं डुबकी लगाकर സൗഖ്യമാകാതെ और न चंगाई पाकर ഇദ്ദേഹം തന്റെ വീട്ടിൽ തിരിച്ചു വന്നിരുന്നെങ്കിൽ और अगर वो वापस अपने घर को ആ लौटते ചെറിയ പെൺകുട്ടിക്കുണ്ടാകാൻ പോകുന്ന തിക്താനുഭവം, और वो वहां पर जो बालिका है उसके जीवन में कितना ही एक खराब बात എത്ര ഭയാനകമായനെ. और उसका अनुभव कितना ही भयानक വഴുതി होगा. പോന്നവനെ, കോപിച്ചു പോന്നവനെ और जिस प्रकार से कोपित होकर जो जाते हैं ഭൃത്യന്മാരെ കൊണ്ട് തിരുത്തി और उनके सहायक के जीवन से जो है उनके जीवन में परिवर्तन लाया. സൗഖ്യത്തോടെ ദൈവം അയച്ചത് और वहां पर उनको चंगाई को लेकर जाने ഈ के लिए ചെറിയ പെൺകുട്ടിയോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ടല്ലേ? और परमेश्वर का जो विश्वास ദൈവത്തിന്റെ योग्य കരുണ कार्य കൊണ്ടല്ലേ? है, और जो करुणा जो है वो പരിശുദ്ധാത്മാവ് ഇന്ന് बालिका പകൽ के വിരൽ लिए. ചൂണ്ടി പറയുക, और पवित्र आत्मा जो है वो यूं कहती നീ है ലജ്ജിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. और परमेश्वर आपको നീ लज्जित ലജ്ജിക്കാൻ नहीं ദൈവം होगा. സമ്മതിക്കുകയില്ല. वो लज्जित ना ഇന്ന് പകൽ होने देगा. ദൈവാത്മാവ് എന്നോട് അങ്ങനെ തന്നെ പറയുന്നു, पवित्र आत्मा मुझसे यूं कहती ലജ്ജിക്കാൻ है, ദൈവം സമ്മതിക്കുകയില്ല. और वो लज्जित ना होने देगा. ആത്മാർത്ഥത ഉണ്ടാകട്ടെ, और यहाँ पर ईमानदारी हो സത്യസന്ധത ഉണ്ടാകട്ടെ, और सत्य में चलने वाले വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ജീവിതം നയിക്കട്ടെ. और विश्वास योग्य जीवन को നിന്നിലും जिए. നിന്നെ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റും. और यीशु मसीह आपको उपयोग करेगा താങ്കളെ ഒരു അത്ഭുതമാക്കി മാറ്റും. और आपको एक अद्भुत एक व्यक्ति के रूप में देखा जाएगा. ലജ്ജിക്കാൻ ദൈവം സമ്മതിക്കില്ല. और लज्जित न होने देगा. നമ്മുടെ കരങ്ങൾ മുകളിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കുക. और हमारे आंखों को ऊपर की ओर देखें हम. പരിശുദ്ധ പിതാവേ, और पवित्र आत्मा प्रेमी पिता, എന്നെ സമർപ്പിക്കുന്നു.
और मैं अपने आप को समर्पित करता അങ്ങയുടെ हूँ ദാസന്മാരെ അങ്ങയുടെ ജനത്തെ സമർപ്പിക്കുന്നു. और हम सबको जो है आपके समक्ष समर्पित करते കർത്താവേ, हैं ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണമേ. और हमारी जो गलत बातों को जो है आप क्षमा करें ഞങ്ങളിൽ സ്വാർത്ഥതകളുണ്ട്, और हमारे अंदर स्वार्थता है അസൂയകളുണ്ട്, और कई गलत ऐसी बातें हैं ജ്ഞാനെന്ന ഭാവങ്ങളുണ്ട്. और परमेश्वर में ഞങ്ങളോട് പൊറുക്കണമേ, और हम सब के लिए ഞങ്ങളെ കഴുകണമേ. हम सबको जो है आप पूरी तरह से जो है आप ഞങ്ങളെ हमें साफ करें ഞങ്ങളെ ആത്മാർത്ഥതയുള്ളവരാക്കണേ. और हमें ईमानदार बना കർത്താവേ, और परमेश्वर पिता ഞങ്ങളെ ഉപയോഗിക്കണമേ. और हमें आप तैयार करें അങ്ങയുടെ ജനത്തെ അങ്ങയുടെ ദാസന്മാരെ അനുഗ്രഹിക്കുന്നു. और हम सबको जो है आशीष और बरकत उंडे യേശുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम में हम मांगते हैं ആമേൻ. आमीन। കരമുയർത്തി 2 പ്രാവശ്യം ഹല്ലേലൂയ പറയാം. हाथों को उठा के हालेलुया बोले, हालेलुया ആമേൻ. हालेलुया।